ഫൈൻ. അപ്പോ ഇന്നത്തെ ലൈവിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് കുറെ പേര് പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. കുറെ പേരായി മെസ്സേജ് അയക്കാൻ തുടങ്ങിയിട്ട് എങ്ങനെയാ തുടങ്ങണ്ടേ, എവിടെന്നാ തുടങ്ങണ്ടേ, ഇനി ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സീനിയേഴ്സ് ആയവർക്കും പഠിപ്പ് എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് കുറെ പേര് ഡൗട്ട് ചോദിക്കുന്നു. പ്രത്യേകിച്ചും ജോലി അല്ലെങ്കിൽ വീട്ടമ്മമാര് അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഭയങ്കര ടൈറ്റ് സ്കെഡ്യൂളാണ്. അപ്പം എങ്ങനെ മാനേജ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ. മെയിൻ ഉദ്ദേശം ബിഗിനേഴ്സ് ആണ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞിരുന്നു ആദ്യത്തെ ഒരു 10 മിനിറ്റ് നമ്മൾ കൂടുതലും ഓൾറെഡി പഠിച്ചു തുടങ്ങിയവര് ബിഗിനേഴ്സ് ആണെങ്കിലും ഓക്കെ, എങ്ങനെയാണ് സ്റ്റഡി ടൈമും അതുപോലെ മെമ്മറി ടെക്നിക്സും ഒക്കെ എങ്ങനെ വേണ്ടത് എന്ന് നോക്കാമെന്നാണ് പറഞ്ഞത്. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റിൽ കമന്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഇപ്പുറത്ത് വേറെ സ്ക്രീൻ ഓൺ ആക്കി വെച്ചിട്ടുണ്ട്, അപ്പൊ എനിക്ക് കാണാം. സോ പഠിച്ചു തുടങ്ങുമ്പോൾ ഫസ്റ്റ് എന്ത് വേണം? ഫസ്റ്റ് തന്നെ സിലബസ് അറിയണം. അപ്പൊ എല്ലാവരോടും പ്രിന്റ് എടുക്കാനൊന്നും ഞാൻ പറയത്തില്ല, പക്ഷെ സിലബസിനെ പറ്റിയുള്ള ഒരു ഐഡിയ വേണം. അതായത് നമ്മൾ എന്ത് സബ്ജക്റ്റ് ആണോ തുടങ്ങുന്നത്, അതിന്റെ സിലബസിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ട് നല്ലൊരു ഐഡിയ വേണം. അപ്പം നിങ്ങൾ വിചാരിക്കരുത് ഒരു സിലബസ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് അടുത്തൊരു സിലബസ് തുടങ്ങാം എന്നുള്ളൊരു ഇത് വിചാരിക്കരുത്. അപ്പം നമ്മളിപ്പോ സാധാരണഗതിയിൽ ഒരു ഡിഗ്രി ലെവലോ 10th ലെവലോ 12th ലെവലോ ഒക്കെ ആണെങ്കിലും സാധാരണഗതിയിലുള്ള എക്സാംസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഹിസ്റ്ററി ആണ്. അതിലിപ്പോ ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, പിന്നെ അതുപോലെ നമ്മുടെ വേൾഡ് ഹിസ്റ്ററി അങ്ങനെയൊക്കെ കാണും. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ കേരള ഹിസ്റ്ററി പഠിച്ചു കഴിഞ്ഞ് പിന്നെ ഇന്ത്യൻ ഹിസ്റ്ററി കഴിഞ്ഞ് പിന്നെ വേൾഡ് ഹിസ്റ്ററി പഠിക്കുക, അങ്ങനെയല്ല പോകേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ സബ്ജക്റ്റും കുറച്ച് കുറച്ചായിട്ട് പഠിച്ചു പോകണം. അപ്പൊ ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ ഫസ്റ്റ് തന്നെ മാത്സിൽ നിന്ന് തുടങ്ങുക. ചിലർക്ക് മാത്സ് വളരെ എളുപ്പമായിരിക്കും, ചിലർക്ക് മാത്സ് വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. എന്നിരുന്നാൽ പോലും നമ്മുടെ ബ്രെയിൻ കുറച്ചും കൂടി ഹലോ, ഓക്കെ ആയോ? അപ്പൊ ഞാൻ ഏതുവരെ പറഞ്ഞതാ നിങ്ങൾ കേട്ടത്? എനിഹു നിങ്ങൾ തുടങ്ങുമ്പോൾ ആക്റ്റീവ് ആയിട്ട് ബ്രെയിനെ ഇൻവോൾവ് ചെയ്യിക്കുന്ന സ്റ്റഡിയിൽ തുടങ്ങുക. ഓക്കെ, ആക്റ്റീവ് ആയിട്ട് ബ്രെയിൻ. അപ്പൊ ബെറ്റർ സ്റ്റാർട്ട് വിത്ത് മാത്സ്. ഓക്കെ, അപ്പൊ മാത്സിൽ തന്നെ പല വിധത്തിൽ നിങ്ങൾക്ക് ക്രമീകരിക്കാം. അപ്പൊ നമ്മള് പൊതുവെ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യത്തെ ഒരു മാസം കൊണ്ടോ 2 മാസം കൊണ്ടൊക്കെ നമുക്ക് മാത്സിന്റെ സിലബസ് തീർക്കാൻ പറ്റും. ഓക്കെ, ആദ്യത്തെ 1-2 മാസം കൊണ്ട് സിലബസ് നിങ്ങൾക്ക് തീർക്കാൻ പറ്റും. അപ്പൊ അത് കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞല്ലോ എന്ന് വിചാരിക്കരുത്. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. തുടങ്ങുമ്പോൾ മാത്സ് വെച്ച് തുടങ്ങുക. എപ്പോഴും അതൊരു അരമണിക്കൂറാണെങ്കിലും വളരെ പ്രൊവിഷ്യന്റ് ആയിട്ട് നല്ലോണം അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ 1 മണിക്കൂറോ അല്ലെങ്കിൽ 15 മിനിറ്റോ ചെലവഴിച്ചാൽ മതി. അല്ലാത്തവരെന്ത് ചെയ്യുക? 1 മണിക്കൂറോ എത്ര നിങ്ങളുടെ ടൈം വേണ്ട അനുസരിച്ചിട്ട് ക്രമീകരിക്കാം. ഓക്കെ, ദെൻ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റുകളിലേക്ക് പോവാം. ഓക്കെ, ഇനി വേറൊരു നമ്മളിപ്പോ വേറെ സബ്ജക്റ്റ് ഇപ്പോ ജോഗ്രഫി എടുത്ത് നിങ്ങൾ റിലേറ്റ് ചെയ്ത് പഠിക്കാൻ തുടങ്ങുക. എങ്ങനെയാണ് നമ്മൾ ഒരു കാര്യം മെമ്മറൈസ് ചെയ്യുന്നത്? ഉദാഹരണത്തിന് ഞാനിപ്പോ റാൻഡം ആയിട്ട് കുറെ നമ്പർ പറഞ്ഞു. 10, 16, 25, 36, 42, 58. ഈ നമ്പേഴ്സ് 1 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുമായിരിക്കില്ല. ചിലർ എന്നെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി അത് ഓർത്ത് വെച്ച് പിന്നെ പറയുമായിരിക്കും. ഓക്കെ, പക്ഷെ നാളെ ഞാൻ ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ടാവില്ല. 2 ദിവസം കഴിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഓർമ്മയുണ്ടാവില്ല. ഓക്കെ, പക്ഷെ ചിലർക്ക് ഓർമ്മയുണ്ടാവും. ഞാൻ ചലഞ്ച് ആയി പറയുകയാണെങ്കിൽ അവരത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ട് ഓർത്തു വെക്കും. ഓക്കെ, അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു കാര്യം മെമ്മറൈസ് ചെയ്യണമെങ്കിൽ ഒന്നില്ലെങ്കിൽ അതിനെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ എന്താണ് നമ്മളത് റീകോൾ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പൊ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരൊറ്റ തവണ പറഞ്ഞാൽ മനസ്സിലാവും. കാരണം എന്തായിരിക്കും? നിങ്ങൾക്ക് ആ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും, അല്ലെ? ഇപ്പൊ ചില ചരിത്ര സംഭവങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾ അത് സ്കൂളിൽ പഠിച്ചതായിട്ട് ഓർമ്മയായിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യും. അപ്പൊ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് 1 തവണയോ 2 തവണയോ കേട്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. ചില കാര്യങ്ങൾ നിങ്ങൾ ആവർത്തിച്ച് പഠിച്ചുകൊണ്ടായിരിക്കും ഓർമ്മയുണ്ടാവും. ഇപ്പൊ ഞങ്ങളെ പോലെ ഒരുപാട് സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പൊ 2-3 കൊല്ലമായിട്ടൊക്കെ PC നോക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കുറെ ക്വസ്റ്റ്യൻസ് നമ്മുടെ തലയിലുണ്ട്. സാധാരണഗതിയിൽ റാങ്ക് ഫയലിലൊക്കെ കാണുന്ന ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ നമ്മുടെ തലയിലുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കൊല്ലങ്ങൾക്കിടയിൽ ഒരുപാട് തവണ റിവിഷൻ ചെയ്തിട്ടുണ്ട്, ഒരുപാട് തവണ റീകോൾ ചെയ്തിട്ടുണ്ട്, പലതരത്തിലുള്ള പരീക്ഷകളിൽ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്.
അപ്പൊ ഇത് ആക്ച്വലി ഒരു ജീവിതത്തിന്റെ ഭാഗം തന്നെയായി. ഇപ്പൊ ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ എല്ലാവരും പറയുന്ന പ്രശ്നം എന്താണെന്നറിയോ? വർഷങ്ങൾ ഓർമ്മയില്ല എന്നുള്ളതാണ്. സീനിയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വർഷങ്ങൾ അത്ര പ്രശ്നമായിട്ട് പറയുന്നുണ്ടാവില്ല. ഇപ്പൊ 1-2 എക്സാം ഒക്കെ പയറ്റി അവരെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങൾ ഒരു പ്രശ്നമായിട്ട് പറയില്ല. കാരണം എന്താണ്? നമ്മൾ വർഷങ്ങൾ ആദ്യം പഠിക്കും, പിന്നെയും അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കും. ഉദാഹരണത്തിന് നിസ്സഹകരണ പ്രസ്ഥാനത്തിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കും, അതിന്റെ ഒപ്പം തന്നെ ഖിലാഫത്തിനെ പറ്റിയിട്ടും പഠിക്കും. പിന്നീട് നമ്മൾ കേരള ഹിസ്റ്ററിയിൽ വരുമ്പോൾ നമ്മൾ മലബാർ കലാപവും വാഗൺ ട്രാജഡിയും അതുമായിട്ട് ബന്ധപ്പെട്ട് ഖിലാഫത്തിന്റെ കാര്യങ്ങൾ പിന്നെയും നമ്മുടെ മനസ്സിൽ വരും. ഗാന്ധിജി കേരളത്തിൽ ഒന്നുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പിന്നെയും ഓർക്കും. അപ്പൊ നമ്മൾ ഇത് രണ്ടും കൂടി റിലേറ്റ് ചെയ്യും. ഇങ്ങനെ പലപ്പോഴായിട്ട് പഠിച്ച് നമ്മുടെ തലയിൽ ഈ സാധനങ്ങൾ കയറും. പക്ഷെ നിങ്ങൾ ജോലിക്ക് കയറി ഇടയ്ക്ക് സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ട് അല്ലെ? നെറ്റിന്റെ പ്രശ്നമാണോ? സെക്കൻഡ്. ഇപ്പൊ ഓക്കെ ആയോ? ഇപ്പൊ ബ്രേക്ക് ആവുന്ന നിന്നു അശ്വിൻ? ഓക്കെ ആയിട്ടില്ല. അത് ഇവിടെ ഒന്ന് മഴ പെയ്ത അപ്പൊ തന്നെ വൈഫൈ ഇഷ്യൂ, അതാണ് പ്രശ്നം. ഓക്കെ ആണല്ലേ? ഓക്കെ ഫൈൻ. അപ്പൊ നമ്മൾക്ക് ഒന്നില്ലെങ്കിൽ ഞാൻ വീഡിയോ ഓഫ് ആക്കി. ഇപ്പൊ ക്ലിയർ ആണോ നോക്കി? അത്രയും താങ്ങാൻ പറ്റുന്നുണ്ടായിരിക്കില്ല ഒരു പക്ഷെ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പൊ നമുക്ക് വീഡിയോ ഓഫ് ആക്കിയിട്ട് പോവാം. സൗണ്ട് ക്വാളിറ്റി ഓക്കെ ആണ് അല്ലെ? എന്നെ കാണുന്നില്ലെങ്കിലും കുഴപ്പമില്ല, കാര്യങ്ങൾ മനസ്സിലായാൽ മതി. അപ്പൊ എനിക്ക് മെഡിറ്റേഷന്റെ ഭാഗമൊക്കെ വരുമ്പോ എനിക്ക് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിട്ടായിരുന്നു. അത് സാരല്ല, നമുക്ക് അപ്പൊ വീഡിയോ ഓണാക്കാം. എനിഹു കാര്യം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പം എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എങ്ങനെയാണ് പറഞ്ഞത്, മെമ്മറൈസിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നമ്മുടെ ബ്രെയിൻ ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ നമ്മൾ റീലേൺ ചെയ്തുകൊണ്ടേയിരിക്കണം. കുറച്ചു കാലം കഴിഞ്ഞിട്ട് ബ്രെയിന് തോന്നുകയാണ്. അതായത് ബ്രെയിൻ എന്ന് പറഞ്ഞ സാധനം പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല. നമ്മളൊക്കെ ആദിമ മനുഷ്യന്മാരായിരുന്നു, എങ്ങനെയെങ്കിലും ജീവിക്കുക, റീപ്രൊഡ്യൂസ് ചെയ്യേണ്ട കാലം വരെ ഉണ്ടാവുക, ഭക്ഷണം കണ്ടെത്തുക, അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത ബ്രെയിനാണ് നമ്മുടേത്. അവിടെ നിന്ന് ഇവിടത്തേക്ക് നോക്കുമ്പോൾ ബ്രെയിന് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ മനുഷ്യര് ബ്രെയിനെ പല കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ച് കുറെ സ്കിൽസ് കൈവരുത്താണ് ഉണ്ടായത്. ഇപ്പൊ നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ ഞാനൊക്കെ ഇപ്പൊ ആദ്യമായിട്ട് PSC പുസ്തകമൊക്കെ കയ്യിലെടുത്തപ്പോ മാക്സിമം ഒരു പേജ്, അര പേജ് ഒക്കെ പഠിക്കാൻ പറ്റുള്ളൂ ഒരു ദിവസം. പക്ഷെ ഇപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ദിവസം ഒരു 50 പേജൊക്കെ പഠിച്ചു തീർക്കാനായിട്ട് ബുദ്ധിമുട്ടില്ല. അല്ലെങ്കിൽ ആദ്യമായിട്ട് പഠിക്കാൻ ഇരിക്കുമ്പോൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ ഇരിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ 8 മണിക്കൂറോ 12 മണിക്കൂറോ ഇരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. കാരണം എന്താണ്? നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് അഡാപ്റ്റ് ആവുന്നതാണ്. നിങ്ങളുടെ ബ്രെയിനിന്റെ കപ്പാസിറ്റി കൂടി വരും. ബിഗിനേഴ്സിനോട് പറയാനുള്ളതാണ്, ട്രസ്റ്റ് മീ. നിങ്ങൾ വിചാരിക്കും ഇത്ര വലിയ റാങ്ക് ഫയലും ഇത്ര വലിയ SCRT പുസ്തകങ്ങളൊക്കെ എങ്ങനെ പഠിക്കുന്നു. നിങ്ങൾ സ്ഥിരമായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കപ്പാസിറ്റി കൂടി വരും. ജിമ്മിൽ പോണ പോലെയാ. നമ്മൾ ആദ്യമായിട്ട് ജിമ്മിൽ പോകുമ്പോൾ 1 കിലോന്റെ ഡമ്പലേ പൊക്കാൻ പറ്റൂ. പക്ഷെ കുറച്ചു കാലം ഒരു 5-6 മാസം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടി 15-20 ഒന്നും ഒരു പ്രശ്നമില്ലാണ്ടായി മാറും. ഓക്കെ. അപ്പൊ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്തു വരും. അപ്പൊ നമ്മൾ അറിയാതെ ആണെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്രെയിനെ ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? അറിഞ്ഞുകൊണ്ട് ബ്രെയിനെ ട്രെയിൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എഫിഷ്യൻസി കൂടും. ഓക്കെ ഫൈൻ. അപ്പം ഞാൻ ചോദിക്കുകയാണ്, അല്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബ്രെയിനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഇപ്പൊ നിങ്ങൾ സ്കീംസിനെ പറ്റി പഠിക്കുന്നു. ഓക്കെ. അപ്പൊ ഇത് വളരെ ബുദ്ധിമുട്ടാണ്, ബിക്കോസ് വളരെ കൺഫ്യൂസിങ് ആണ്. പക്ഷെ ഈ വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ കിട്ടും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില സ്ഥലങ്ങളിലൊക്കെ പിള്ളേര് ഭയങ്കര പെട്ടെന്ന് സ്കീംസ് ആയിട്ട് എന്തും ആയിക്കോട്ടെ ഉത്തരങ്ങളൊക്കെ പെട്ടെന്ന് വിളിച്ചു പറയുന്നത് കണ്ടിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ പേടിക്കുന്നു ഉണ്ടാവും, അയ്യോ ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന് പറ്റുന്നതെന്ന്. കാരണം അവരെന്താണ്, അവരുടെ വീക്കായിട്ടുള്ള ഏരിയ തിരിച്ചറിഞ്ഞ് അവരത് കൂടുതൽ പഠിക്കുന്നുണ്ടാവും. ഓക്കെ. അപ്പൊ നമ്മളുടെ ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിപ്പോ 3-ാം ക്ലാസ്സില് 4-ാമത്തെ ആഴ്ചയിൽ ഇട്ടിട്ട് പോയ ഡ്രസ്സിന്റെ കളർ ഓർമ്മയുണ്ടാവുമോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ഡ്രസ്സ് ഏതായിരുന്നു നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ്, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ഓർമ്മയുണ്ടാവുമോ? ഇല്ല. കാരണം എന്താണ്? നിങ്ങളുടെ ബ്രെയിൻ അറിയാം ഇതൊന്നും നിങ്ങൾ ഇനി ആവശ്യമില്ലാന്ന്. നോ വേ മിസ് നോ.
എന്ത് പറ്റി? ഇപ്പൊ കേൾക്കുന്നില്ലേ? ഇപ്പോഴും ശരിയായില്ല? അശ്ശോ, എനിക്ക് വയ്യ. അതിനാണ് പറ്റിയാണ് പറഞ്ഞത്. ഞാൻ വിചാരിച്ചു എന്റെ ശബ്ദം പോയിന്ന് പിന്നെ. എന്നെ ഇങ്ങനെ പേടിപ്പിക്കല്ല കേട്ടോ. എനിക്ക് ഇവിടെ വൈഫൈ എന്ന് പറയുന്നത് കേരളാവിഷ്ടാണ്. ഇവിടെ ജിയോ ഒന്നും വന്നിട്ടില്ല. ഞാൻ ആകെ പേടിച്ചു. ഇനിയും പോയി കഴിഞ്ഞാല് ഞാൻ ആദ്യം മുതൽ പറയേണ്ടി വരുമല്ലോ എന്ന്. അപ്പൊ അതായത് ബേസിക്കലി ആവശ്യമില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ബ്രെയിൻ ഒമിറ്റ് ചെയ്യും. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ സെക്രട്ടേറിയറ്റ് ലെവലിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് പഠിച്ചു കൊടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടെങ്കിൽ അതൊരു നവംബറിലോ ഡിസംബറിലോ ആയിരിക്കും. എക്സാം പിന്നെയും വരാൻ പോകുന്നത് 2025 ഓക്കെ. അപ്പൊ ഇപ്പൊ പഠിക്കുന്ന കാര്യം അപ്പോ നിങ്ങളെ മനസ്സിൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ പഠിച്ച സാധനം പിന്നെ ഒരു 5-6 മാസം കഴിഞ്ഞിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ വിചാരിക്കും ഇത് എന്തിനാ ആവശ്യമില്ലാത്ത ഇൻഫർമേഷൻ. നമ്മുടെ ബ്രെയിൻ ഉപയോഗിക്കുന്നത് എനർജിയാണ്. ഓക്കെ. അങ്ങനെ ചുമ്മാ എനർജി വേസ്റ്റ് ആക്കാനായിട്ട് നമ്മുടെ ബോഡിക്കോ ബ്രെയിനോ ഒന്നിനും താല്പര്യമില്ല. ഫൈൻ. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇത് നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ ആണെന്ന് ബ്രെയിനെ ബോധ്യപ്പെടുത്തേണ്ടത് എങ്ങനെ നമ്മൾ ചെയ്യണ്ടേ? എല്ലാവരും പറയാൻ പോകുന്ന ഒരു ആൻസർ മിക്കവാറും റിവിഷൻ എന്നായിരിക്കും. നമ്മൾ എല്ലാവരും റീലേണിങ്സ് ആണ്. അത് ഞാൻ സമ്മതിച്ചു. അത് റിമെമ്പർ ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു കാര്യമാണ്. ഓക്കെ. അതെല്ലാവരും തന്നെ സജസ്റ്റ് ചെയ്യുന്നതുമാണ്. എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ലേൺ ആൻഡ് റീലേൺ. അതെ, നമ്മൾ കൂടുതൽ പേരും റീലേണേഴ്സ് ആണ്. റീലേണിങ്ങിന്റെ ഒപ്പം അതെ, ശ്രീലക്ഷ്മി കറക്റ്റ് കാര്യം പറഞ്ഞു. റീകോൾ ചെയ്യാൻ തുടങ്ങണം. ഓക്കെ, റീകോൾ ചെയ്യാൻ തുടങ്ങണം. ഇപ്പൊ പുതുതായിട്ട് നമ്മൾ എങ്ങനെ പഠിക്കണമെന്ന് പഠിപ്പിക്കുന്നവരൊക്കെ കൂടുതൽ പേരും റിവിഷനേക്കാളും കൂടുതൽ റീകോളിങ്ങിനെ പറ്റിയിട്ടാണ് പറയാറുള്ളത്. അപ്പൊ എന്താണ് റീകോളിങ്, എന്താണ് റിവിഷനും റീകോളിങ്ങും തമ്മിലുള്ള വ്യത്യാസം? റിവിഷൻ നിങ്ങൾ എങ്ങനെ ചെയ്യാം? ഒരു സാധനം പഠിക്കും, മടക്കി വെക്കും, പിന്നെ സെയിം സാധനം തന്നെ പഠിക്കും, മടക്കി വെക്കും. അപ്പൊ അത് റിവിഷൻ കഴിഞ്ഞു എന്നുള്ളതായി. ഓക്കെ. അങ്ങനെയല്ല, റീകോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ആ പഠിച്ച മെറ്റീരിയൽ നോക്കിയിട്ടല്ല, നിങ്ങൾ എന്താ പഠിച്ചത് എന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. ഓക്കെ. അതായത് നമ്മുടെ മനസ്സിൽ പഠിച്ച കാര്യങ്ങൾ അത് നമ്മളുടെ 1 മണിക്കൂർ കഴിയുമ്പോൾ ഏതാണ്ട് 75% അവശേഷിക്കും. 25% നമ്മൾ മറന്നിട്ടുണ്ടാവും. ഒരു ദിവസം കഴിയുമ്പോഴേക്കും പിന്നെയും ഒരു 25% കഴിഞ്ഞിട്ടുണ്ടാവും. 7 ദിവസം കഴിയുമ്പോഴേക്കും ഓൾമോസ്റ്റ് 80% ഒക്കെ നമ്മുടെ കയ്യിൽ നിന്നേ പോയിട്ടുണ്ടാവും. പിന്നെ അതിലൊരു 20% ബാക്കി ഉണ്ടാവുള്ളൂ. ഓക്കെ. അപ്പൊ പഠിച്ചു തീർത്ത സാധനം 1 മണിക്കൂർ കഴിയുമ്പോൾ റീകോൾ ചെയ്യണം. റീകോൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ഞാൻ എന്താ പഠിച്ചത് എന്നുള്ള കാര്യം കണ്ണടച്ചിട്ട് മനസ്സിലേക്ക് കൊണ്ടുവരാം. ഓക്കെ. 1 മണിക്കൂർ കഴിയുമ്പോൾ അതിനധികം സമയമൊന്നും വേണ്ട. നിങ്ങൾ പഠിക്കാനായിട്ട് 1 മണിക്കൂർ എടുത്തെങ്കിൽ ആ 1 മണിക്കൂർ പഠിച്ച സാധനം റീകോൾ ചെയ്യാനായിട്ട് 5 മിനിറ്റിൽ കുറവ് മതി. ഓക്കെ. then എന്ത് ചെയ്യണം? ഒരു ദിവസം കഴിയുമ്പോൾ ഒന്നുകൂടി റീകോൾ ചെയ്യണം. അത് കഴിഞ്ഞ് ഒരു 7 ദിവസം കഴിയുമ്പോൾ വീണ്ടും റീകോൾ ചെയ്യണം. പിന്നെയും ഈ സാധനം മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളുടെ ബ്രെയിന് മനസ്സിലാവും എന്താണ് ഇത് ആവശ്യമുള്ള സാധനമാണെന്ന്. റിവിഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? വീണ്ടും സെയിം സാധനം മനസ്സിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക, അല്ലെ? റീകോളിംഗ് ഇസ് ഡിഫറെന്റ്. ആക്റ്റീവായിട്ട് റീകോൾ ചെയ്യാം. ഓക്കെ. ഇതിൽ സംശയമില്ലല്ലോ? ഇനി റീകോളിംഗ് ടെക്നിക്കിന് വേണ്ടിയിട്ട് ഐ വാണ്ട് എ ജോബ്, റിമെമ്പർ ഓർ മൈൻഡ്, അതിനോട് എനിക്ക് ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. അതായത് എന്തായാലും നിങ്ങൾ പഠിക്കുന്നു. അപ്പൊ പഠിക്കുന്നത് ജോബിനേക്കാളും ആ കാര്യം മനസ്സിലാക്കാനും അത് നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ റീപ്രൊഡ്യൂസ് ചെയ്യാനും വേണ്ടിയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ജോബ് കിട്ടാൻ വേണ്ടി പഠിക്കുന്നതിനേക്കാളും നല്ലത് പഠിക്കുന്ന സാധനം പഠിച്ചെടുക്കാൻ വേണ്ടി പഠിക്കുന്നതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ. അത് അവരവരുടെ പ്രിഫറൻസ് അനുസരിച്ച് അതിൽ എനിക്ക് ഒന്നും പറയാനില്ല. ഓക്കെ. അപ്പൊ ഇപ്പൊ നമ്മൾ മാക്സിമം റീകോൾ ചെയ്യാം. ഇനി റീകോൾ ചെയ്യാൻ വേണ്ടി പല ടെക്നിക്സും ഉണ്ട്. നമുക്ക് ഇൻഡെക്സ് കാർഡ്സ് ഉപയോഗിക്കാം. അതായത് നല്ല കട്ടിയുള്ള കുറച്ച് കാർഡ്സ് ചാർട്ട് പേപ്പർ ഒക്കെ വാങ്ങിച്ച് വെട്ടിവെക്കാം. ഒരു സൈഡിൽ ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ ഇപ്പൊ സ്കീംസ് ആയിക്കോട്ടെ, സ്വർണ്ണ ജയന്തി സ്വരോസ്ഗാർ യോജന, അത് ഫ്രണ്ടിൽ എഴുതാം. എന്നിട്ട് ബാക്കിൽ അതിന്റെ മെയിൻ പോയിന്റ്സ് എല്ലാം എഴുതി വെക്കാം. അപ്പൊ എപ്പോഴൊക്കെ നിങ്ങൾക്ക് റീകോൾ ചെയ്യാൻ തോന്നുന്നോ
അപ്പൊ ആ കാർഡ് എടുത്ത് നോക്കുമ്പോൾ ഫ്രണ്ടിലുള്ള സ്വർണ്ണ ജയന്തി സരോസ്കാർ യോജന എന്ന പേര് നിങ്ങൾ കാണും. അതിന്റെ ബാക്കിലുള്ളത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക, പറഞ്ഞു നോക്കുക. ഓക്കെ, എന്നിട്ട് തിരിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും പോയിന്റ് മിസ്സായിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇത് പണ്ട് മുതലേ ഉള്ള ഒരു റീകോളിംഗ് ടെക്നിക് ആണ്, ഇൻഡെക്സ് കാർഡുകൾ ഉപയോഗിക്കുക. ഓക്കെ, ഇത്തരം പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എങ്ങനെയാണ് പഠിക്കാനിരിക്കേണ്ടത്? എങ്ങനെയാണ് പഠിക്കാനിരിക്കേണ്ടത് വെച്ചാൽ ടൈം എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത്? ചിലർക്ക് ഒരു ദിവസം 3 മണിക്കൂറോ അതിൽ താഴെയോ പഠിക്കാൻ കിട്ടുള്ളൂ. ചിലർക്ക് ദിവസം ഫുൾ ഉണ്ടാവും, രാവിലെ മുതൽ വൈകുന്നേരം വരെ ടൈം ഉണ്ടാവും. ഫുൾ കംപ്ലീറ്റ് ആയിട്ട് പഠനത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തവരായിരിക്കും. ഓക്കെ, ചിലർക്ക് എന്താണ് ഒരുപാട് ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവും, എല്ലാ കാര്യവും ഒറ്റയ്ക്ക് ചെയ്തു തീർക്കണം, വീട്ടിലെ കുട്ടികൾ ഉണ്ടാവും, അങ്ങനെ പല പല സാഹചര്യങ്ങളിലുള്ള ആൾക്കാരാണ്. പക്ഷെ ഈ സാഹചര്യങ്ങളുള്ളവരുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടുതലും നിങ്ങൾ മറ്റുള്ളവരെ ആലോചിച്ച് വറി ചെയ്യുന്ന ആളുകളായിരിക്കും. അതായത് ഞാനിപ്പോ ഇത് പഠിക്കുന്നു, എന്നേക്കാൾ കൂടുതൽ മുഴുവൻ സമയമുള്ള ഒരാൾ പഠിച്ചിട്ടുണ്ടാവില്ലേ, അല്ലെങ്കിൽ എന്നേക്കാളും നന്നായിട്ട് ഫുൾ ടൈം ഉള്ള ഒരാൾ എല്ലാം ചെയ്യുന്നുണ്ടാവും, എനിക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൂടുതൽ പഠിച്ചേനെ. ഇങ്ങനെ വറി ചെയ്ത് നമ്മൾ പഠിക്കാതിരിക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ നമ്മളുടെ മനസ്സിൽ കൂടുതൽ കാര്യങ്ങളും ഈ ഒരു തോട്ട് ഒക്യുപ്പൈ ചെയ്യും. അത് നമ്മുടെ എഫിഷ്യൻസിനെ ബാധിക്കും. ദിവസം മുഴുവനുള്ള ഒരാള് എല്ലാവരും നന്നായി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം ഉള്ള ആൾക്കാരെല്ലാവരും തന്നെ ഫസ്റ്റ് ലിസ്റ്റിൽ വരണ്ടേ? പക്ഷെ നമ്മളൊരു റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് പലരും ഇപ്പോ സെക്രട്ടറി അസിസ്റ്റന്റ് ആയിട്ടുള്ള ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക് വരെയൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടാവും. മിക്കവാറും പേരൊക്കെ LD ആയിട്ട് വർക്ക് ചെയ്യുന്നവരായിരിക്കും. ആ വർക്കിങ്ങിന്റെ ഒപ്പമായിരിക്കും അവര് പഠിച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ LD ലിസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ പേര് LGS ആയിട്ട് ഓൾറെഡി വർക്ക് ചെയ്യുന്നവരായിരിക്കും. പലരും പ്രൈവറ്റ് ജോലികൾ ഉള്ളവരായിരിക്കും. വീട്ടമ്മമാർ അട്ടിച്ചു കയറി വരാറുണ്ട്. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നമ്മൾ ഈ സക്സസ് സ്റ്റോറീസ് ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് വീട്ടമ്മമാര്, കുഞ്ഞു കുട്ടികളുള്ളവരും വലിയ കുട്ടികളുള്ളവരും മോന്റെ ഒപ്പം പഠിച്ചു കഴിഞ്ഞവരും, അങ്ങനത്തെ ഇഷ്ടം പോലെ സ്റ്റോറീസ് കാണാം. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ആ 2 മണിക്കൂർ അവര് വ്യക്തമായി ഉപയോഗിച്ചു എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചില പാസീവ് ആയിട്ടുള്ള ജോലികളുണ്ട്, അതായത് നമുക്ക് ബ്രെയിനിന്റെ ഇൻവോൾവ്മെന്റ് ആവശ്യമില്ലാത്തത്. ഉദാഹരണം കാറ് കഴുകുകയോ അല്ലെങ്കിൽ പാത്രം കഴുകുകയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ റീകോളിംഗ് എന്ന് പറഞ്ഞ കാര്യം ഒപ്പം തന്നെ ചെയ്യാം. ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മ്യൂസിക് കേൾക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ശബ്ദത്തിൽ റെക്കോർഡ് ചെയ്ത് വെച്ചതോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലാസ്സുകളോ യൂട്യൂബ് ക്ലാസ്സുകളോ കേൾക്കാം. അപ്പോൾ ഉള്ള സമയം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. ഇപ്പോ നാളെ മുതൽ 24 മണിക്കൂർ മാറ്റി 23 മണിക്കൂർ ആക്കി എന്ന് വിചാരിക്കും. ഇത് പലരും പറയാറുള്ള ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ 23 മണിക്കൂർ മുതൽ നാളെ മുതൽ 23 മണിക്കൂറേ ഉള്ളൂ. അപ്പൊ എന്ന് വെച്ചിട്ട് നമ്മുടെ ലോകത്തിന്റെ താളം തെറ്റാനൊന്നും പോകുന്നില്ല. 8 മണിക്കൂർ ഉറങ്ങിക്കൊണ്ടിരുന്ന ആള് 7 മണിക്കൂർ ഉറങ്ങലാവും. ഓക്കെ, അപ്പൊ ആ ഒരു സംഭവമായിട്ട് അതുപോലെ തന്നെ ജോലി സമയം ത്തിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും അഡാപ്റ്റ് ആവും. കുറച്ച് സമയത്തിനുള്ളിൽ അഡാപ്റ്റ് ആവും. ഈ അഡാപ്റ്റ് ആവാനുള്ള ആ ഒരു ടൈം പീരീഡ് മാത്രമാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇപ്പൊ ഫുൾ സമയം പഠിക്കാനുള്ളവര് അവരെല്ലാവരും കയറി ഫസ്റ്റ് റാങ്കുകൾ അടിച്ചെടുക്കുന്ന കഥ നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടുണ്ടാവില്ല. ഏതൊരു റാങ്ക് ലിസ്റ്റ് എടുത്താലും ആദ്യത്തേതെല്ലാം തന്നെ ഫുൾ ടൈം ഡെഡിക്കേറ്റ് ചെയ്തിരുന്ന് പഠിക്കണവരൊന്നും അല്ല കേട്ടോ. പലവിധ ജോലികൾക്കൊപ്പം പഠിക്കുന്നവരാണ്. ഗുഡ് ഈവനിങ്. ഓക്കെ, അപ്പോ പിന്നെ നമുക്ക് ഇങ്ങനെ ഒരുപാട് സമയമുള്ളവർക്ക് കൂടുതൽ സമയവും ഈ സ്വപ്നം കണ്ടു പോവുക, ദിവാസ്വപ്നം കണ്ടു പോവുക, അല്ലെങ്കിൽ ഡിസ്ട്രാക്റ്റഡ് ആയി പോവുക. അതെ എക്സാക്ട്ലി. നമ്മളിപ്പം ഈ എന്താണ് ഒരുപാട് ആഗ്രഹമുള്ള കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് മാക്സിമം എല്ലാം സാക്രിഫൈസ് ചെയ്യണം. അതായത് ഇപ്പൊ തന്നെ ഒരു എക്സാമ്പിൾ പറയാം. ഭയങ്കര ജ്യൂസി ആയിട്ടുള്ള സ്റ്റോറീസ് ആണ് ന്യൂസ് മുഴുവൻ, അല്ലെ? കേൾക്കാനായിട്ട് നല്ല രസമുള്ള, മീൻസ് മനുഷ്യരെല്ലാവരും ഒരുപോലെയാണ്. ഗോസിപ്പ് കേൾക്കാനായിട്ട് താല്പര്യമുള്ളവരാണ്. അതായത് ഭയങ്കര വലിയ പ്രോബ്ലംസ് ആയിട്ടുള്ള ഓയിൽ ക്രൈസിസോ അല്ലെങ്കിൽ ലൈക്ക് ഫിസിക്കൽ ഡെഫിസിറ്റോ അല്ലെങ്കിൽ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇന്റർനാഷണൽ റിലേഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും യൂഷ്വലി ആളുകൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യില്ല. പക്ഷെ ഇങ്ങനെ ഈ നടിക്ക് സംഭവിച്ചത് കണ്ടോ, നടന് സംഭവിച്ചത് കണ്ടോ, ഇയാൾക്കെതിരെ ആരോപണം, അയാൾക്കെതിരെ ആരോപണം. ഞാൻ നോക്കുമ്പോൾ പലരും ഇങ്ങനെ ചാർട്ടൊക്കെ വരച്ചൊക്കെ വെച്ചിട്ടുണ്ട്.
അപ്പൊ ഇതിൽ കുറെ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ, മലയാളികൾ മാത്രമൊന്നുമല്ല, ലോകത്തിന്റെ മൊത്തത്തിൽ എഴുതുന്ന ഗോസിപ്പ് എല്ലാവർക്കും ഇഷ്ടമാണ്. യെസ്, ഇതൊരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലം തന്നെയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതിലൊന്നും ചെയ്യാനില്ല. ആ ഒരു ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കാര്യം നമ്മൾ ഔട്ട് ഓഫ് ഹാൻഡ്സ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ന്യൂസ് ശ്രദ്ധിച്ചത് കൊണ്ട് നിങ്ങൾക്ക് കറണ്ട് അഫെയറിന് പോലും ഉപകാരമില്ല. അപ്പൊ അത് ചർച്ച ചെയ്തും അതിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തും അതിൽ ഓരോ അപ്ഡേറ്റ് അറിഞ്ഞും ഈ ക്രിക്കറ്റ് സ്കോർ നോക്കുന്ന പോലെ ആർക്കൊക്കെ എതിരെ ആരോപണം വരുന്നുണ്ടെന്നൊക്കെ നോക്കിയിരിക്കേണ്ട കാര്യം നമ്മളൊക്കെ ഇല്ല. ഓക്കെ, അപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ട് വിടാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഓണം വരുന്നുണ്ട്. നിങ്ങൾക്ക് ജോലി കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാല് ജോലി കിട്ടി ഇഷ്ടം പോലെ ഓണങ്ങൾ ഇഷ്ടം പോലെ ഇഷ്ടമുള്ള തരത്തില് ആഘോഷിക്കാം. ഒരു ഓണം സ്കിപ്പ് ചെയ്യുക, ഒരു കല്യാണം സ്കിപ്പ് ചെയ്യുക, ഒരു ചോറുകൂട് സ്കിപ്പ് ചെയ്യുക എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ സംഭവമല്ല കേട്ടോ. അപ്പൊ നമ്മളൊരു യജ്ഞമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. അതായത് പണ്ട് ഈ ഹിമാലയത്തെയൊക്കെ സന്യസിക്കാൻ പോണവർ എന്തിനാ ഹിമാലയത്തിൽ പോണേ? ബാക്കി എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനാണ്. അങ്ങനെ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനുള്ള ഒരു മനസ്സാദ്യം ഉണ്ടാക്കണം. ഓക്കെ, കംപ്ലീറ്റ്ലി സോഷ്യൽ മീഡിയാസ് ഒക്കെ ഷട്ട് ഡൗൺ ചെയ്യാം. ഓക്കെ, അപ്പൊ അതായത് അക്കാര്യത്തില് ടെലഗ്രാം നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. പോകുമെന്ന് എനിക്ക് അക്കാര്യത്തിൽ പേടിയുണ്ട്. അതായത് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, PSC കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ കൂടുതലും ടെലഗ്രാമുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് നിന്ന് അവരുടെ സോഷ്യൽ മീഡിയ നീഡ്സ് മാറ്റുന്നത് കണ്ടിട്ടുണ്ട്. അതായത് കമ്മ്യൂണിക്കേഷൻ മൊത്തവും പഠനമായിട്ട് റിലേറ്റ് ചെയ്തതും നോട്ട്സുമായിട്ടും ക്വസ്റ്റ്യൻസ് ആയിട്ടും റിലേറ്റ് ചെയ്തതായിട്ടുള്ള കാര്യങ്ങളായി മാറുമ്പോൾ തന്നെ നമ്മൾ പഠനത്തിന്റെ ട്രാക്കിലോട്ട് വരും. പക്ഷെ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര റെഡിറ്റ് അഡിക്റ്റ് ആണ്. ഓക്കെ, അപ്പം അതിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഠനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല ഉള്ളത്. അപ്പൊ കൂടുതലും എന്ത് ചെയ്യുക, കൂടുതലും പഠനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആ ഒരു ഏരിയയിൽ നിന്ന് ഫ്രണ്ട്സിനെ ഉണ്ടാക്കുക. നിങ്ങൾ ഇവിടെ നിന്ന് ഫ്രണ്ട്സിനെ ഉണ്ടാക്കിയിട്ട് വേറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോയിട്ട് കാര്യമില്ല. അപ്പൊ കംപ്ലീറ്റ്ലി സോഷ്യൽ മീഡിയ ഒക്കെ അടച്ചുപൂട്ടി പഠനത്തിന് ഒരു യജ്ഞമായി കാണുക. ഓക്കെ, ഇനി കുറച്ച് കൂടുതൽ നേരം പഠിക്കാതിരിക്കാൻ പറ്റത്തില്ല, പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പോമഡോറോ ടെക്നിക്ക് ഉപയോഗിക്കാം. പോമഡോറോ ടെക്നിക്ക് എന്താണെന്ന് അറിയോ? അതായത് അത് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. പോമഡോറോ ആപ്പ് ഒക്കെ നിങ്ങൾക്ക് കാണാം. അതായത് 25 മിനിറ്റ് നമ്മൾ പഠിക്കും, കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കും, പിന്നെ ഒരു 5 മിനിറ്റ് ബ്രേക്ക് കിട്ടും, പിന്നെ 25 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കും, പിന്നെ ഒരു 5 മിനിറ്റ് ബ്രേക്ക് കിട്ടും. ഓക്കെ, അങ്ങനെ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് കിട്ടുമ്പോൾ നമ്മുടെ മൈൻഡ് റീഫ്രഷ് ആവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 1-2 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ അപ്പൊ 1-2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് എന്താവും, ഒരു വലിയ ബ്രേക്ക് കിട്ടും. അങ്ങനെ കേട്ടോ. അപ്പോ പോമഡോറോ ടെക്നിക്ക് എന്താണെന്ന് നിങ്ങൾക്ക് ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ പോമഡോറോ ടൈമർ ഒക്കെ നിങ്ങൾ ആപ്പ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യണം നിർബന്ധമില്ല, പക്ഷെ സാധനം കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഫോൺ ലോക്ക് ചെയ്യാനുള്ള സംഭവം ഉണ്ട്. അതായത് ഇപ്പൊ എന്റെ ഫോണിലൊക്കെ ടെലഗ്രാം ഒഴികെ ബാക്കിയെല്ലാം കൂടി അരമണിക്കൂറേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അരമണിക്കൂർ കഴിഞ്ഞാൽ സംഭവം ലോക്ക് ആവും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറെ ആപ്പുകൾ ഉണ്ട്. സ്റ്റേ ഫോക്കസ്ഡും അങ്ങനത്തെ കുറെ ആപ്പുകളൊക്കെ ഉണ്ട്. യുവർ അവർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആപ്പ് ഒക്കെ ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആപ്പുകളിൽ ടൈം സെറ്റ് ചെയ്ത് വെക്കാം. സോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഫോക്കസ് മോഡ് ഇട്ട് വെക്കാം. പക്ഷെ ഫോക്കസ് മോഡിന്റെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഓഫ് ആക്കാൻ പറ്റും. സോ ഫോറസ്റ്റ് ആപ്പ് നല്ലതാണ്. അതായത് നമ്മൾ ഫോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോറസ്റ്റ് ഫുള്ള്, അതായത് നമ്മൾ ഫോൺ വെക്കുന്നു, അപ്പൊ അതിനനുസരിച്ച് ട്രീസിനെ ഗ്രോ ചെയ്യും. ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ആ ട്രീസ് മൊത്തം പോകും. അപ്പൊ അങ്ങനത്തെ ഏതെങ്കിലും ഒരു ആപ്പ് ഉപയോഗിച്ച് ഫോൺ മാക്സിമം എന്ത് ചെയ്യാം, നമ്മൾ പഠിക്കുന്ന സമയത്ത് മാറ്റി വെക്കുക. പിന്നെ വേറൊരു കാര്യം, എനിക്ക് പഠിക്കാൻ വേണ്ടി ഫോൺ വേണം, ഞാൻ യൂട്യൂബ് നോക്കിയാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് ടെലഗ്രാമിൽ നിന്ന് നോട്ട് എടുക്കേണ്ടത്, ഇങ്ങനെയൊക്കെ വിചാരിച്ച് ഫോൺ കയ്യിൽ വെച്ച് പഠിക്കുന്നവരുണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡിൽ ഒരു പേപ്പർ വെക്കാം. എന്നിട്ട് 10-15 ഞാൻ എന്താണ് ഇമ്പോർട്ടന്റ് ആക്ട്സിന്റെ നോട്ട് വായിച്ചു തുടങ്ങി. ഓക്കെ, ഇടയ്ക്ക് വെച്ചിട്ട് മുകളിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു, വാട്സപ്പ്. അപ്പൊ വാട്സപ്പ് എടുക്കണേക്കാൾ മുമ്പ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ നോട്ടിൽ നിങ്ങൾ എഴുതി വെക്കണം 10:25 വാട്സപ്പ് തുറക്കുന്നു. ഓക്കെ, നോട്ടിഫിക്കേഷൻ വായിക്കുന്നു, തിരിച്ചു വരുന്ന ടൈം നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ നിങ്ങൾ ഈ ഫോണിൽ നിന്ന് എവിടേക്ക് പോകുന്നോ അതെല്ലാം തന്നെ നോട്ട് ചെയ്ത് വെക്കണം. സോഷ്യൽ മീഡിയ എല്ലാം അൺഇൻസ്റ്റാൾ ചെയ്താൽ പോരെ, മതി. സോഷ്യൽ മീഡിയ എല്ലാം അൺഇൻസ്റ്റാൾ ചെയ്താലും മതി. അത് പറ്റാത്തവരുടെ കാര്യമാണ് പറയുന്നത്, എനിക്ക് അങ്ങനെ പറ്റില്ല. ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും കൈ വിറയ്ക്കാൻ തുടങ്ങും. അപ്പൊ തിരിച്ചത് വരുത്തും. അതുകൊണ്ടാണ് നോട്ടിഫിക്കേഷൻസ് ഓഫ് ആക്കി ഇടുന്നത് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. നോട്ടിഫിക്കേഷൻസ് ഓഫ് ആക്കി ഇടുന്നത് നല്ലൊരു ഐഡിയ ആണ്. അതുപോലെ വേറൊരു സംഭവമാണ് ഗ്രേ സ്കെയിൽ മോഡ് ഉപയോഗിക്കുക.
അതുപോലെ തന്നെ രാത്രി ഒരു 10 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം ഫോൺ നോക്കാതിരിക്കുക. കാരണം ചുറ്റും ഇരുട്ടും നമ്മുടെ ഫോണിൽ നിന്നുള്ള ബ്ലൂ ലൈറ്റ് നമ്മളെ കണ്ണിനെ അഫക്ട് ചെയ്യും. കണ്ണിനെ അഫക്ട് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ ന്യൂറോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കും. ഓക്കെ, അപ്പൊ സ്ക്രീൻ ടൈം കുറയ്ക്കുക. ബേസിക്കലി സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്നുള്ളത് അത്യാവശ്യം ആണ്. ഓക്കെ അല്ലേ? പിന്നെ മാക്സിമം ഒരു വീക്കിലേക്കുള്ള ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിക്കുക. അതായത് ഒരു വീക്കിൽ ഞാൻ ഇന്ന കാര്യങ്ങൾ തീർക്കും, ഒരു വീക്കിൽ ഞാൻ ഇന്ന സബ്ജക്റ്റിൽ ഇന്ന കാര്യങ്ങളൊക്കെ തീർക്കും. ഇപ്പൊ ഈ വീക്കിൽ റൂറൽ ഡെവലപ്മെന്റ് ഫുള്ള് തീർക്കും, അതിൻ്റെ ഒപ്പം തന്നെ ജോഗ്രഫി ഇത്ര തീർക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, കമ്പൈൻ സ്റ്റഡിക്കൊക്കെ ഇരിക്കുന്നവർ അത് വർത്താനത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അഗൈൻ ടോപ്പിക് മാറിക്കഴിഞ്ഞാൽ ആ മിനിറ്റ് തന്നെ നിങ്ങൾ എഴുതി വെക്കണം. ഓൺലൈൻ പഠിക്കുമ്പോൾ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം കണ്ടു കഴിഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ ടെലഗ്രാം നോക്കിയിട്ട് ബോട്ട് ചെയ്ത് പഠിക്കണം, അത് എഴുതി വെക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ അവെയർ ആവും. പല കാര്യങ്ങളും നമ്മൾ അവെയർ അല്ലാതെ ചെയ്യുന്നത്. അതായത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ടെലഗ്രാം നോക്കിയിട്ട്, ആ മിനിറ്റിൽ ഒരു നോട്ടിഫിക്കേഷൻ കണ്ടു, പിന്നെ വാട്സാപ്പിൽ പോയി കുറെ നേരം ചാറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് മനസ്സിലാവുക, അയ്യോ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ എന്ന്. സോ ഏത് നിമിഷം നിങ്ങൾ പഠനം നിർത്തുന്നോ അത് അപ്പൊ തന്നെ എഴുതി വെക്കുക. ഓക്കെ, പിന്നെ അതുപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ വറി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് രാവിലെ നിങ്ങൾ ഒന്ന് പാല് വാങ്ങിക്കാൻ പുറത്തിറങ്ങി, അപ്പോഴാണ് പണ്ടത്തെ ഒരു കൂട്ടുകാരി / കൂട്ടുകാരൻ അപ്പുറത്തെ വഴി കൂടെ പോണത് കണ്ടത്. ഓക്കെ, പുള്ളി ചിരിച്ചില്ല, പുള്ളി നേരെ അങ്ങ് പോയി. വൈകുന്നേരം വരെ ഈ കാര്യം ഒബ്സസ് ചെയ്തുകൊണ്ട് പഠിക്കാതിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോ നിങ്ങൾക്ക് അങ്ങനെ ഒരു, അല്ലെങ്കിൽ രാവിലെ വീട്ടിൽ അമ്മ എന്തോ പറഞ്ഞു, അത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒബ്സസ് ചെയ്തു, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യ എന്തെങ്കിലും പറഞ്ഞു, ഓക്കെ, അല്ലെ അങ്ങനെ എന്തെങ്കിലും കുഞ്ഞു കാര്യങ്ങൾ ഒബ്സസ്, അവസാനമാണ് നിങ്ങൾക്ക് മനസ്സിലാവുക ഇതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? നിങ്ങൾക്ക് വന്നിട്ടുള്ള തോട്ട് എഴുതി വെക്കാം. ഓക്കെ, തോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരെന്നെ കണ്ടു, ഞാൻ എന്റെ കൂട്ടുകാരനെ കണ്ടു, അത് സിറ്റുവേഷൻ. ഓട്ടോമാറ്റിക് തോട്ട് എന്തായിരുന്നു? അവൻ എന്നോട് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഞാൻ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ വരുന്ന തോട്ടൊക്കെ എഴുതി വെക്കാം. ഇനി അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കുറച്ചും കൂടി ലോജിക്കലായിട്ട് സമീപിക്കാം. അവന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ എഴുതാം. അതായത് ഒരുപക്ഷെ അവൻ തിരക്കിലായിരിക്കും, എന്നെ കണ്ടിട്ട് മനസ്സിലായി കാണില്ല, മറ്റെന്തെങ്കിലും ചിന്തിക്കുകയായിരിക്കും, ഇങ്ങനത്തെ കാര്യങ്ങൾ എഴുതി വെക്കാം. എഴുതുക എന്ന് ഞാൻ പറയുന്നതിന്റെ കാരണം എന്ന് വെച്ചാല്, എഴുതുമ്പോൾ നമ്മുടെ ബ്രെയിൻ ആക്റ്റീവ് മോഡിലോട്ട് പോകും. പലപ്പോഴും നമ്മുടെ ബ്രെയിൻ ഓട്ടോ പൈലറ്റ് മോഡിലാണ്. ഓട്ടോ പൈലറ്റ് മോഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റയ്ക്കുള്ള സഞ്ചാരമാണ്. നമ്മൾക്ക് വലിയ നിയന്ത്രണമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ രാവിലെ ഭക്ഷണം കഴിക്കുമ്പോൾ ഉപ്പുമാവ് കണ്ടു, ഉപ്പുമാവിനെ കണ്ട് കുറച്ചു നേരം കഴിയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ISRO വിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ദൗത്യങ്ങളെ പറ്റിയിട്ടായിരിക്കും. അതൊക്കെ ബ്രെയിൻ ഓട്ടോ പൈലറ്റിൽ പോകുന്നതിന്റെ ഇതാണ്. ദിവാസ്വപ്നം കാണുന്ന ഒരു സ്വഭാവം ഉള്ളവർക്കും ഉള്ളത് എങ്ങനെയാണ്? ആദ്യം തുടങ്ങുന്നത് ലാലേട്ടന്റെ സിനിമയിലാണെങ്കിലും അവസാനിക്കുന്നത് അങ്ങ് അമേരിക്കയിലെ കമലാ ഹാരിസിനെ പറ്റിയിട്ടായിരിക്കും. ഓക്കെ, അപ്പൊ ബ്രെയിൻ ഓട്ടോ പൈലറ്റിൽ പോകുന്നത് മാക്സിമം തടയണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് എഴുതുക എന്ന് പറഞ്ഞ കാര്യം എപ്പോഴും ഉപയോഗിക്കാം. ഓക്കെ, എഴുതി വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ കുറെ നേരം അവെയർ ആവുക. നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്, നിങ്ങളുടെ തോട്ട്സ് എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെ അവെയർ ആവുക. ഇത് നിങ്ങളുടെ സ്റ്റഡീസിനെ കുറെ ഹെൽപ്പ് ചെയ്യും. കാരണം തോട്ട്സ് ഓട്ടോ പൈലറ്റിൽ പോകുന്നത് കൊണ്ട്, അല്ലെങ്കിൽ നിസ്സാര കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരുപാട് സമയവും പോകുന്നുണ്ട്. അപ്പോ നിങ്ങൾ ഒരു കാര്യം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, ഒപ്പം തന്നെ ബാക്ക് ഓഫ് ഹെഡ് നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഒബ്സസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ എന്താണ് നമ്മുടെ എഫിഷ്യൻസി എത്രമാത്രം കുറഞ്ഞു? ഓക്കെ, അപ്പൊ പഠിക്കുക എന്ന് പറയുന്നത് പ്രൊഡക്റ്റീവ് ആയിരിക്കണം. അതിന് മാക്സിമം എഫിഷ്യൻസി ഇമ്പോസ് ചെയ്യാനായിട്ട് സാധിക്കണം. ഇത്തരം കാര്യങ്ങൾ ഇത്ര നേരം പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പ്രകടിപ്പിക്കാനോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ സീനിയേഴ്സിന് പോവാം. ഞാൻ ഇനി തുടക്കക്കാരോട് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ പറയാനാണ് ആലോചിക്കുന്നത്. ആരൊക്കെയോ ടൈപ്പ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുമ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? എന്നെ കൊണ്ട് പറ്റാവുന്നതാണ്. ബിക്കോസ് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, നമുക്ക് ഒരുമിച്ച് സോൾവ് ചെയ്യാനായിട്ട് നോക്കാം.
എല്ലാവരും പൾസേച്ച് ടൈപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്കൊന്നും കാണുന്നില്ല. ആ, വന്നു തുടങ്ങി. സോറി, എന്റെ നെറ്റിന് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇത്ര നേരം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എ ന്യൂ സൊല്യൂഷൻ ഫോർ പ്രൊക്രാസ്റ്റിനേഷൻ. ഓക്കെ, ഒരു മിനിറ്റ് കേട്ടോ, അത് പറയാം. ഇതൊക്കെ നടപ്പിലാക്കാനാണ് ബുദ്ധിമുട്ട്. ഒരു സബ്ജക്ട് പഠിക്കുമ്പോൾ വേറെ എടുക്കുന്നു, പിന്നെ വേറെ ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ബിന്ദു പണിക്കർ അവസ്ഥ. ഓക്കെ. പ്രൊക്രാസ്റ്റിനേഷൻ മാറ്റാനുള്ള വീഡിയോസ് മാത്രം കണ്ട് 2 ദിവസം കളഞ്ഞ. നിങ്ങളെല്ലാം പറയുന്നത് എന്താണെന്നറിയാമോ? നിങ്ങളെല്ലാവരും പറയുന്നത് ക്ലാസിക് ADHD പ്രശ്നങ്ങളാ. അതായത് ഒരു കാര്യം പഠിക്കാൻ തുടങ്ങുന്നു, അപ്പോഴും തോന്നണേ ഇതിനേക്കാൾ നല്ലത് മറ്റേത് പഠിക്കുന്നതല്ലേ. അപ്പൊ തോന്നുന്നു എന്നാ ഒരു കാര്യം ചെയ്യാം, തൊഴിൽ വാർത്തയത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോ നിശ്ചയ എപ്പോഴല്ലേ മിസ് പറഞ്ഞ മാത്സ് വെച്ച് പഠിച്ചു തുടങ്ങാൻ, എന്നാ പിന്നെ മാത്സ് പഠിച്ചേക്കാം. ഇങ്ങനെ ഓടി നടക്കുന്ന അവസ്ഥ. ഇത് സത്യത്തിൽ എന്താണെന്ന് അറിയാമോ? ഇത് സത്യത്തില് നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ ട്രിക്ക് ചെയ്യുന്നതാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരാറ്റത്തിലെ ഇലക്ട്രോണുകളെ സംബന്ധിച്ചിടത്തോളം അതിന് മാക്സിമം എനർജി ലൂസ് ചെയ്ത് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരാനാണ് അതിന് ഇഷ്ടം. ഓക്കെ, അത് നമ്മൾ സയൻസിൽ പഠിക്കുന്ന ബേസിക് കാര്യമാണ്. അത് തന്നെയാണ് നിങ്ങളുടെ ബ്രെയിനും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അതായത് പല കാര്യങ്ങളിലേക്ക് ഓടി നടത്തി മാക്സിമം നിങ്ങളുടെ എനർജി ലൂസ് ചെയ്ത് ഫൈനലി നിങ്ങളുടെ എനർജി ഡ്രെയിൻ ചെയ്ത് നിങ്ങളെ സൈഡ് ആക്കാനുള്ള ഒരു ഇത്. അപ്പോ അതാണ് പറയുന്നത്, ഫസ്റ്റ് ഒരു പ്ലാൻ ഉണ്ടാക്കണം. നിങ്ങൾ പഠിക്കാനിരിക്കുന്നു, ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഒരു ടൈം ടേബിളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. പഠിക്കാനിരിക്കുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾക്ക് മനസ്സിലൊരു പ്ലാൻ വേണം. ഇപ്പൊ ഞാൻ ആദ്യം പഠിച്ചു തുടങ്ങുന്നത് LCM HCF ആണ്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് ഞാൻ മലയാളം പഠിക്കുന്നു. എന്നിട്ട് കൃത്യമായിട്ട് ഇത് ഫോളോ ചെയ്യുക. എന്ത് വന്നാലും ഇത് മാറ്റാൻ പാടില്ല. ഓക്കെ, അതായത് അൾട്ടിമേറ്റ്ലി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം എക്സാമിന് ആവശ്യമുള്ളതാണ്. ഓക്കെ, അപ്പോ ആ നേരത്ത് വരുന്ന തോട്ടിനെ നിങ്ങൾ ഫോളോ ചെയ്യാൻ പാടില്ല. ഓക്കെ, നിങ്ങളുടെ തോട്ട്സ് നിങ്ങളുടെ കയ്യിൽ പിടിക്കണം. ഓക്കെ, അപ്പൊ ഓടി നടന്ന് പഠിക്കുക എന്നുള്ള സംഭവം ഉണ്ടാവാൻ പാടില്ല. ഫസ്റ്റ് തന്നെ ഫിക്സ് ചെയ്ത കാര്യം ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ പ്രൊക്രാസ്റ്റിനേഷൻ, നമ്മൾ ഈ മടി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ശരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. ഈ നമ്മള് ഈ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താർത്ഥം? മാറ്റി വെക്കുക എന്നുള്ളതാണ്. അതായത് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് വളരെ കൂടുതലാണ്. ഞാൻ പഠിക്കാൻ എടുത്ത സാധനത്തിന്റെ മാഗ്നിറ്റ്യൂഡ് വളരെ കൂടുതലാണ്. ഈ മാഗ്നിറ്റ്യൂഡ് കാരണം അതിപ്പോ ഞാൻ ചെയ്യുന്നില്ല, പിന്നീട് ചെയ്യാം എന്ന് തീരുമാനിക്കുന്നു. അതല്ലേ സത്യം? അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും, ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് വെട്ടിക്കുറയ്ക്കാൻ പറ്റും, അല്ലെ? വളരെ വലിയൊരു സംഭവം. ഇപ്പോ ഞാൻ പഠിക്കാൻ എടുത്ത് ഉദാഹരണത്തിന് സ്കീംസ്, റൂറൽ ഡെവലപ്മെന്റ് പറയാം. ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡ്, അതിന്റെ വലുപ്പം കാരണമാണ് നമ്മൾ മാറ്റിവെക്കുന്നത്. അപ്പൊ പഠിക്കണേക്കെ തുടങ്ങണേക്കെ മുമ്പ് തന്നെ നമുക്ക് അറിയാം ഇത്ര വലിയ സാധനമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? അത് വെട്ടിച്ചെറുതാക്കുക. ഫസ്റ്റ് ദിവസം പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ CDP NES മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ഡേ അതിന്റെ ബാക്കി മതി. മുഴുവനായിട്ട് മാറ്റിവെക്കാതെ കുറച്ച് പഠിക്കുക. ഓക്കെ, അപ്പൊ അത് മുഴുവനായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടില്ല. നെക്സ്റ്റ് ടൈം എടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലറിയാം, ഇത്രയും ഞാൻ തീർത്തു, ഇനി അത് ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യുക, അടുത്തയിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ പലപ്പോഴും നമ്മൾ മാറ്റി വെക്കുന്നത് അതിന്റെ ആ വലിപ്പം കണ്ടിട്ടാണ്. അതിന്റെ വലിപ്പം ചെറുതാക്കി 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 കൺസ്യൂം ചെയ്യുക എന്നുള്ളതാണ് അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഓക്കെ അല്ലേ? ഇനി സയൻസിന്റെ കാര്യം. ഈ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം എക്കണോമിക്സോ അല്ലെങ്കിൽ ഈ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ജോഗ്രഫി പിന്നെയും ഇഷ്ടാവും, പക്ഷെ മറ്റേ സ്ഥലമൊന്നും ഇഷ്ടാവില്ല. ജോഗ്രഫി ഒക്കെ പിന്നെയും കുറച്ചും കൂടി ഒരു സയന്റിഫിക് ആയിട്ടൊക്കെ പഠിക്കാൻ പറ്റും. പക്ഷെ എക്കണോമിക്സോ ഹിസ്റ്ററിയോ ഒന്നും കണ്ണെടുത്ത കാണുമ്പോൾ ഇഷ്ടാവില്ല. പൊളിറ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റില്ല. ഇനി എക്കണോമിക്സ് കൊമേഴ്സ് ഒക്കെ എടുത്ത് പഠിച്ചവർക്കാണെന്നുണ്ടെങ്കിൽ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതുർത്ഥിയാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കും, സയൻസ് ഒക്കെ എടുത്ത് പഠിച്ചവരുടെ ഒരു ഭാഗ്യം. ഓക്കെ, എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. എനിക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആണ്. ഓക്കെ, പക്ഷെ ക്ലാസ് കണ്ടിട്ടുള്ള ഒരാൾ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല എനിക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആണെന്ന്. കാരണം പഠിക്കാൻ തുടങ്ങിയ സമയത്ത് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഫിസിക്സ് കെമിസ്ട്രി സ്കിപ്പ് ചെയ്യുന്നത്
യാതൊരു ഐഡിയ ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഫിസിക്സ് കെമിസ്ട്രി സ്കിപ്പ് ചെയ്യണത് വലിയ കുഴപ്പമുള്ള കാശല്ല. കാരണം ചില എക്സാംസിനൊക്കെ 3 6 മാർക്കാണ്. പക്ഷെ വലിയ എക്സാംസിന് പലതിനും 5 മാർക്കൊക്കെ വെച്ചിട്ടുണ്ട്. അതായത് 5 5 10 മാർക്കായി. ഇനി ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയും കൂടി സ്കിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബയോളജിക്ക് പലപ്പോഴും 6 മാർക്ക് ഉണ്ട്. നമ്മുടെ LSGSന്റെ കാര്യം വരികയാണെന്നുണ്ടെങ്കിൽ 10 മാർക്ക് എന്തോ ഉണ്ട്. അപ്പൊ അത് ഒരുപാട് മാർക്കായി. ഇപ്പൊ സയൻസ് മൊത്തം സ്കിപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര നഷ്ടമായി പോകും. ഓക്കെ, അങ്ങനെ സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇക്കരെ നിൽക്കുമ്പോ അക്കരെ പച്ച എന്ന് പറഞ്ഞ പ്രതിഭാസമാണ് നടക്കുന്നത്. ഓക്കെ, അതായത് ഈ സയൻസ് പഠിച്ചവർക്ക് ഭയങ്കര എളുപ്പമായിരിക്കും എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. ശരിക്കും പറഞ്ഞാൽ സയൻസിന് മാർക്ക് വളരെ കുറവാണ്. പൊളിറ്റി അതുപോലെ എക്കണോമിക്സും ഹിസ്റ്ററി ജോഗ്രഫി എല്ലാം കൂടിയാണ് ഏറ്റവും കൂടുതൽ മാർക്കുള്ളത്. നിങ്ങൾക്കാണ് അഡ്വാൻറ്റേജ്. ഓക്കെ, പിന്നെ സയൻസിന്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഡിഗ്രി ലെവലിലൊക്കെ നമുക്ക് സമയം കുറവാണ്, 1 2 മാസം ഉള്ളൂ. അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സയൻസ് സ്കിപ്പ് ചെയ്യണത്, ബയോളജി സ്കിപ്പ് ചെയ്യാൻ ഒരിക്കലും ഞാൻ അഡ്വൈസ് ചെയ്യില്ല. പക്ഷെ മറ്റേ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ സ്കിപ്പ് ചെയ്യണതിന് വലിയ കുഴപ്പം പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം LSTS പ്രിപ്പയർ ചെയ്യണവരായിക്കോട്ടെ, സെക്രട്ടറി അസിസ്റ്റന്റിന് പ്രിപ്പയർ ചെയ്യണവരായിക്കോട്ടെ, ഇപ്പൊ തൊട്ടടുത്ത് വരുന്ന LD അല്ലാതെ ഇപ്പൊ അടുത്ത ഇയറിലേക്ക് വരുന്ന LD ഒക്കെ പ്രിപ്പയർ ചെയ്യണവരായിക്കോട്ടെ, നിങ്ങളെ സംബന്ധിച്ചോളം ടൈം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് തുടങ്ങാവുന്നതേ ഉള്ളൂ. ഓക്കെ, സയൻസിന്റെ കാര്യത്തിൽ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ചും ഇപ്പൊ ഈ ഫിസിക്സിന്റെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാട് തന്നെയാണ്. അപ്പൊ അതിന് നിങ്ങൾ മാക്സിമം ക്ലാസ് കാണുക. പിന്നെ ഈ ലോജിക്കലി ഉള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് എളുപ്പമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് മെമ്മറൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അതായത് ഈ പലപ്പോഴും ഇതേ പ്രിൻസിപ്പിൾസ് തന്നെ നമുക്ക് പല സ്ഥലത്തും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, വേറെ എന്താണ്? സയൻസിന്റെ പ്രശ്നം പറഞ്ഞു. ഇനി സയൻസ് പഠിക്കണവർക്ക് ജിയോളജി പോസ്റ്റ് ഗ്രാജുവേറ്റ്, ഇന്ത്യൻ ജോഗ്രഫി കേക്ക് വാക്ക്, ബട്ട് കേരള ജോഗ്രഫി ഇസ് ടൈപ്പ്. കേരള ജോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് അധികം എന്താണ് റിസോഴ്സസ് ഇല്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കി പഠിക്കാം, ഗവൺമെന്റ് വെബ്സൈറ്റ്സ് നോക്കി പഠിക്കാം. അത് ഡിഗ്രി ലെവലിലേക്ക് വരുമ്പോഴേ പ്രശ്നമുള്ളൂ. 10th ലെവലിലൊക്കെ എല്ലായ്പ്പോഴും ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് SCRT ലെവലിലുള്ള സാധനങ്ങളെ ഉണ്ടാവാറുള്ളൂ. ഓക്കെ, പിന്നെ കേരള ജോഗ്രഫിനെ സംബന്ധിച്ചിടത്തോളം അത്ര അധികം മാർക്കൊന്നും വരാറില്ല. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ തന്നെ സോൾവ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കേട്ടോ, അപ്പൊ സയൻസിന്റെ കാര്യം നമുക്ക് സെറ്റ് ആക്കാം. ഇപ്പൊ എന്റെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ സെക്രട്ടറി അസിസ്റ്റന്റ് ആയിക്കോട്ടെ, LSTS ആയിക്കോട്ടെ, നിങ്ങളുടെ സയൻസിന്റെ കാര്യം എനിക്ക് മാക്സിമം ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതിനാണ് ഞാൻ കരുതുന്നത്. ഇപ്പൊ ഇന്നിട്ട പോൾസ് പലർക്കും ഒന്നും മനസ്സിലായില്ല. പല ക്വസ്റ്റ്യൻസും ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടി അവർ സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചില ഏരിയാസ് ഉണ്ട്. ഒന്ന് വർക്ക് ടൈം, പിന്നെ നമ്മുടെ സ്റ്റാർസ് ആണല്ലേ മൊത്തം. അങ്ങനത്തെ ഈ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ, പിന്നെ ഹീറ്റ്, ബെർണോളിസ് തിയറം, പിന്നെ പാസ്കൽസ് ലോ, അങ്ങനെ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ചില ഏരിയാസ് ഉണ്ട്. ഐഡിയൽ ഗ്യാസ് ഫോർമുല, എനർജി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ അതൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് തന്നെ പോവാം. NCERT പ്രോബ്ലംസ് ചെയ്ത് തന്നെ പോവാം. നമുക്ക് ടൈം ഉണ്ട്, അതൊക്കെ പഠിക്കാനുള്ള ടൈം ഉണ്ട്. വെറുതെ കളയാൻ ടൈം ഇല്ലാത്തത്. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് മാക്സിമം നമ്മളുടെ ഒരു പ്ലാനിൽ ഇപ്പൊ ഞാൻ വിചാരിച്ചിരുന്നത് എക്കണോമിക്സ് 1 2 ക്ലാസ് എടുത്തിട്ട് നേരെ സയൻസിലോട്ട് പോവാന്നാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് എക്കണോമിക്സ് നമുക്കിനി ഒരു 5 6 ക്ലാസ് കൂടി മതി. ഓക്കെ, 5 6 ക്ലാസ് ആക്ച്വലി വേണ്ട, ഒരു 3 ക്ലാസ് മാക്സിമം മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് സയൻസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഈ സയൻസ് ഇഷ്യൂ നമുക്ക് മാക്സിമം ചെയ്യാം. ഓക്കെ, how many years I try, nothing happened, etc. I faced depression issues. I consulted a doctor now for last 2 years. സെൽഫ് കോൺഫിഡൻസിന്റെ കാര്യത്തില് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു OMR എക്സാം ആണ് ഉള്ളത്. നമ്മുടെ മുമ്പിലേക്ക് ആൻസർ തരുന്നുണ്ട്. ഇതിൽ നിന്ന് കണ്ടെത്തുക എന്നുള്ള പ്രശ്നമാണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പൊ മുൻപ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫെയിൽ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ മുമ്പ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു, ജോലി കിട്ടിയിട്ടില്ല, അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോ അത് നിങ്ങളുടെ അടുത്ത എക്സാമിനെയും അഫക്ട് ചെയ്യണത് ശരിയല്ല. ഓൾറെഡി നമ്മള് മര്യാദയ്ക്ക് പ്രിപ്പയർ ചെയ്യാത്തതിന്റെ ഫലം നമ്മൾക്ക് കഴിഞ്ഞൊരു പരീക്ഷയ്ക്ക് കിട്ടി. ഇനി കഴിഞ്ഞ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാത്തതിന്റെ ഇഫക്റ്റ് ഈ ഒരു പരീക്ഷയ്ക്കും കൂടി വരുന്നത് ഫെയർ ആണോ? അല്ല. അപ്പൊ പാസ്റ്റിനെ പാസ്റ്റിലിടുക, ഫ്രഷ് ആയിട്ട് തുടങ്ങുക. കേട്ടോ, അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഡെയിലി പഠിക്കുക.
പഠിച്ചുകൊണ്ടേ ഇരിക്കുക, പഠിച്ചത് റീകോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ. പിന്നെ നമ്മൾ ഇത്ര ആൾക്കാരുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്യാം. എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി ഞാൻ ബൈപ്പോളർ ആണ്. ഞാൻ എന്താ പറയാ, മരുന്ന് കഴിക്കുന്നത് കാൻഡീസ് പോലെയാണ്. ഓക്കെ. എന്റെ അമ്മയുടെ ഹാർട്ട് സർജറി ലാസ്റ്റ് മന്ത് കഴിഞ്ഞേ ഉള്ളൂ. ഇപ്പൊ അടുത്ത മന്ത് ഒരു എന്താണ് അടുത്തൊരു ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സർജറി ഉണ്ട്. അങ്ങനെ പല പല പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അത്ര ഈ പറഞ്ഞ പോലെ ഭയങ്കര ഫ്ലവറി പാത്തൊന്നും അല്ല. ഓക്കെ. അപ്പൊ നിങ്ങളെ പ്രശ്നങ്ങൾ കുറച്ച് കാണാനല്ല പറയുന്നത്. ഡിപ്രഷൻ പോലത്തെ ഇഷ്യൂസിന് നമുക്ക് മെഡിക്കൽ ഹെൽപ്പ് വേണം. ഒപ്പം തന്നെ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ട്രൈ ചെയ്യാം. ഓൾസോ നിങ്ങൾ വറി ചെയ്യുന്ന തോട്ട്സ് നിങ്ങൾ എഴുതുക. ഓക്കെ, ജേർണൽ എഴുതുക. അത് ഞാൻ എല്ലാവരെയും, നമ്മൾ ചെറിയ കുട്ടികളാണെന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് പണ്ട് ഡയറി എഴുതാറില്ലേ, അതുപോലെ നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുന്ന തോട്ട്സ് മാക്സിമം ഒരു പേപ്പറിലേക്ക് എഴുതുക. ബ്രെയിൻ ആക്റ്റീവ്ലി ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. കേട്ടോ? അപ്പോഴാണ് നമുക്ക് അതിന് പരിഹാരം കാണാൻ പറ്റുക. ഇപ്പൊ നമ്മുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഓടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആക്ച്വലി ലോജിക്കലി തിങ്ക് ചെയ്യായിരിക്കില്ല. ഓക്കെ. നല്ല ശീലം ഒന്നുമില്ല മിസ്, തുടങ്ങാനുള്ള ശീലങ്ങള്. ഓക്കെ. അപ്പൊ നിങ്ങൾ വറി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു പേപ്പറിലേക്ക് കൊണ്ടുവരണം. അപ്പോഴാണ് നമുക്ക് അതിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കുള്ളൂ. എക്സ്പെഷ്യലി ഈ ഡിപ്രഷൻ പ്രോൺ ആയിട്ടുള്ള ആൾക്കാര് ജേർണലിംഗ് എന്ന് പറഞ്ഞ കാര്യം ഉറപ്പായിട്ടും ചെയ്യണം. കേട്ടോ? ഡെയിലി ചെയ്യണം. നിങ്ങൾ വറി ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ എഴുതണം. അപ്പൊ തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. എങ്ങനെയാണ് ഇതിനെയൊക്കെ നമുക്ക് സമീപിക്കേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാവും. ഓക്കെ അല്ലേ? ട്രൈ ചെയ്യൂ കേട്ടോ. വേറെ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ പൊളിറ്റി പ്രശ്നങ്ങളുള്ളവരുണ്ടോ? പൊളിറ്റി പഠിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പൊളിറ്റി ആക്ച്വലി നിങ്ങൾ വിചാരിക്കുന്ന പോലെ മെമ്മറൈസ് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റ് അല്ല. അതിനൊരു ലോജിക് ഉണ്ട്. ഓക്കെ. പൊളിറ്റി ഹാൻഡിൽ ചെയ്യുമ്പോൾ നമുക്ക് മെമ്മറൈസ് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റേ അല്ല. അത് വളരെ അനലിറ്റിക്കലായിട്ട് നമുക്ക് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് മൊത്തത്തിലുള്ള ഒരു ലോജിക്കിലാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മുഴുവൻ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ വർക്ക് ആണ് പൊളിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അതില് കുറെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി വെച്ച് കഴിഞ്ഞാൽ പല ക്വസ്റ്റ്യൻസും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ് പൊളിറ്റി എന്ന് പറയുന്നത്. കാരണം പൊളിറ്റിയിലൊന്നും അധികം അവർക്ക് എക്സ്പെരിമെന്റ് ചെയ്യാനും പുതിയ ക്വസ്റ്റ്യൻസ് കൊണ്ടുവരാനും സാധിക്കില്ല. സയൻസിൽ അവർക്ക് വളരെ പുതിയ ക്വസ്റ്റ്യൻസ് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ. കാരണം കുറെ ഡെവലപ്മെന്റ്സ് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. കറണ്ട് അഫയറിന്റെ കാര്യം പറയാൻ ഒന്നുമില്ല. എക്കണോമിക്സിന്റെ കാര്യത്തിലും ധാരാളം കാര്യങ്ങൾ പറ്റും. പൊളിറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന മാർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. കേട്ടോ? ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ പൊളിറ്റി പഠിക്കുമ്പോഴാണെങ്കിലും അതുമായിട്ട് ഒപ്പം തന്നെ എന്ത് ചെയ്യുക, ഹിസ്റ്ററിനെ ലിങ്ക് ചെയ്യുക. എക്കണോമിക്സ് പഠിക്കുമ്പോഴും ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ എക്കണോമിക്സ് പഠിപ്പിച്ച എന്തൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതായത് അതിന്റെ ഒപ്പം തന്നെ ആരാണ് പ്രധാനമന്ത്രി ആയിരുന്നത്, ഇപ്പൊ ഇന്ദിരാഗാന്ധിയുടെ ടൈമിൽ നടപ്പിലാക്കിയത്, അപ്പൊ ഇന്ദിരാഗാന്ധിയുടെ ക്യാരക്ടറായിട്ടൊക്കെ കുറെ ബന്ധമുണ്ട് ആ സമയത്ത് നടപ്പിലാക്കിയ കാര്യങ്ങൾ. മിക്സ് കുറച്ച് ടൈം മോട്ടിവേഷൻ ആവും, പിന്നെ കുറച്ച് ടൈം കഴിയുമ്പോൾ തന്നെ പോകും. അതാണ് മോട്ടിവേഷന്റെ പ്രശ്നം. നമുക്ക് സ്ഥിരമായിട്ടുള്ള ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പ്ലാൻസ് ആണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഒരു വീക്കിലേക്കോ ഒരു മന്തിലേക്കോ വേണ്ട പ്ലാൻസ് മുൻപ് പ്രിപ്പയർ ചെയ്ത് വെക്കാൻ പറയുന്നത്. അത് ആ മോട്ടിവേഷന്റെ ആ ഹൈയിൽ നിൽക്കുമ്പോഴല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് പോസിബിൾ ആയിട്ടുള്ള പ്ലാൻസ്, അതായത് ആദ്യത്തെ ദിവസം പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഞാനൊന്ന് 8 മണിക്കൂർ പഠിക്കും, 12 മണിക്കൂർ പഠിക്കുന്നു എഴുതാൻ നിങ്ങൾക്ക് തോന്നും. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഇതുവരെ 8 മണിക്കൂർ പഠിച്ചിട്ടില്ലെങ്കിൽ ആദ്യത്തെ ദിവസം 1 മണിക്കൂർന്ന് എഴുതിയാൽ മതി. ഓക്കെ. അതിൽ കൂടുതൽ എന്ത് പഠിച്ചാലും ബോണസ് ആണ്. പിന്നെ വേറൊരു കാര്യം ചെയ്യാവുന്നത്, പഠിച്ചുകൊണ്ട് എഴുന്നേൽക്കുക, പഠിച്ചുകൊണ്ട് കിടക്കുക. അതായത് എല്ലാ ദിവസവും 6 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാളാണ് നിങ്ങൾ. 5:55 എണീക്കുക. എന്നിട്ട് 5 മിനിറ്റ് വായിക്കാൻ പറ്റിയൊരു കാര്യം തലേ ദിവസം പ്രിപ്പയർ ചെയ്ത് സൈഡിൽ വെച്ചേക്കുക. അത് വായിച്ചതിന് ശേഷം നിങ്ങൾ ഡേ തുടങ്ങുക. പഠിച്ചുകൊണ്ട് കിടക്കുക. എല്ലാ ദിവസവും 11 മണിക്ക് കിടക്കുന്ന ഒരാളാണ് നിങ്ങൾ. എന്ത് ചെയ്യുക, 10:55 ബെഡിലോട്ട് പോവുക. കുറച്ച് കാര്യങ്ങൾ, എന്തെങ്കിലും ഫോർമുലാസോ അല്ലെങ്കിൽ ഏതെങ്കിലും ആർട്ടിക്കിളോ അങ്ങനത്തെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ഉറങ്ങുക. അപ്പൊ നിങ്ങൾ ഡേ മൊത്തം പഠിപ്പുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. ഇതൊക്കെ ചെയ്യാറുള്ള കാര്യങ്ങളാണ്, എനിക്ക് എഫക്റ്റീവ് ആണ്. കേട്ടോ? പിന്നെ നമ്മൾ എപ്പോഴും നോക്കുന്നത് സാറ്റിസ്ഫാക്ഷൻ ആണ്. ഓക്കെ. ഭയങ്കര ഹൈക്കോ ഭയങ്കരമായിട്ടുള്ള എക്സ്റ്റസിക്കോ ഹാപ്പിനെസ്സിനോ അല്ല, സാറ്റിസ്ഫാക്ഷൻ ആണ് എപ്പോഴും നല്ലത്. അതായത് വലിയൊരു ഹാപ്പിനെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഹാപ്പിനെസ് പോകുമ്പോൾ നമ്മൾ പിന്നെ വീഴാൻ പോകുന്നത് വലിയൊരു കുഴിയിലേക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഒരു സാറ്റിസ്ഫാക്ടറി ലെവലിൽ തന്നെ പോവാം. അതായത് ഭയങ്കര ഹൈ ആയി നിങ്ങൾ
നിങ്ങളുടെ ഗോളിനെ പറ്റിയിട്ടല്ല പറയുന്നത്, പഠിപ്പിന്റെ ടൈമിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, എല്ലാ ദിവസവും എനിക്ക് 24-23 മണിക്കൂറും പഠിക്കണം എന്നുള്ളതിലല്ല പോകേണ്ടത്. നിങ്ങൾക്ക് പോസിബിൾ ആയിട്ടുള്ള 8 മണിക്കൂറോ ഇനി ഇപ്പൊ 8 മണിക്കൂർ ഒരു മന്തോളം പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് 12 മണിക്കൂർ ആക്കാം. നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് പഠിക്കാൻ മാക്സിമം സാധിക്കുന്നതിന്റെ ഒരു 2 മണിക്കൂർ കുറവ് എയിം ചെയ്യാൻ പാടുള്ളൂ. എക്സ്ട്രാ പഠിക്കേണ്ടെന്നല്ല, എക്സ്ട്രാ എത്ര പഠിച്ചാലും അത് ബോണസ് ആണ്. മനസ്സിലായോ? വേറെ ഒന്നും പറയാനില്ലെങ്കിൽ എനിക്ക് പിള്ളേർക്ക് ബിഗിനേഴ്സ് ഇപ്പോ ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്നുണ്ട്. ഞാൻ ബിഗിനേഴ്സിന് വേണ്ടി വെച്ചൊരു ലൈവ് ആയിരുന്നു ഇത്. കൂടുതൽ സീനിയേഴ്സിനോടായി സംസാരം. ബിഗിനേഴ്സിന് ആരും കാണാനുമില്ല കേട്ടോ. ഒന്ന് വരുന്നു പറഞ്ഞവരൊന്നും കാണാനുമില്ല ഇപ്പൊ. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ക്ലാസ് സ്റ്റാർട്ട് ആയോ? ഈ ഫോളോ ഡയമണ്ടിൽ ബാച്ച്. ഐ ഡോണ്ട് നോ ഹൗ ദിസ് ഗ്രൂപ്പ് റൺ. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഞാനിപ്പോ ചെയ്യുന്നത്, ഇപ്പൊ കൂടുതൽ മഹിമ മിസ് തന്നെ നോക്കുന്നത്. പക്ഷെ ഇവർക്ക് എന്താണ് LSTSകാർക്ക് ഫസ്റ്റ് പേപ്പറിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ കുറെ ക്ലാസ്സുകൾ സെയിം ഇന്റർസെക്ഷൻ വരുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ അത് പ്രത്യേകം മെൻഷൻ ചെയ്തിടും. അത് നിങ്ങൾ കാണും. അപ്പൊ ഞാൻ എടുത്ത കുറച്ച് ക്ലാസ്സുകളുണ്ട്, അത് യൂട്യൂബിൽ കിടപ്പുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഓക്കെ ഫൈൻ. അപ്പൊ നമുക്കിനി സീനിയേഴ്സ് ഒക്കെ സ്ഥലം വിട്ടോളൂ. നമുക്ക് ഇനി തുടക്കക്കാരുടെ കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പൊ തുടക്കക്കാര് നിങ്ങൾ ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത്? ഡിഗ്രി ലെവലിനാണോ? എന്റെ ഫസ്റ്റ് PSC എക്സാം ആണ് മിസ് LSTS, സെക്കൻഡ് LDC. ഓ പക്ഷെ അശ്വിൻ എന്താ പറയാ, അശ്വിൻ ഒരു ബിഗിനർ ആണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ബിക്കോസ് നല്ല പെർഫോമൻസ് ആണ്. വേറെ എവിടെയെങ്കിലും കോച്ചിങ്ങിന് പോകുന്നുണ്ടോ? UPSC ആസ്പിരന്റ് ആണല്ലേ, അങ്ങനെ പറ. അപ്പൊ ബിഗിനർ ആണെന്ന് ഞാൻ പറയില്ല. ചില കുട്ടികള് ആക്ച്വലി PSC മാത്രം നോക്കുന്ന ആൾക്കാരുണ്ട്, എന്റെയും LSTS. ഓക്കെ ഫൈൻ. എന്താണ് നിങ്ങൾ ഇപ്പൊ 10th ലെവലില് 3 മാർക്കിന്റെ പ്രിലിംസ് പോയത്? ഓക്കെ ഫൈൻ. 10th ലെവൽ നോക്കുന്നവരാരൊക്കെ ഉണ്ട്? 10th ലെവല് നോക്കുന്നവരുണ്ടോ? 10th അതായത് അത് മുതൽ പറയാം. അതായത് PSC പലതരത്തിലുള്ള എക്സാംസ് നടത്താറുണ്ട്. ഇപ്പോ ഒരു 7ാം ക്ലാസ് യോഗ്യതയുള്ള നമ്മൾ ഇപ്പൊ OA എന്ന് പറയുന്ന പണ്ട് പ്യൂർ എന്നൊക്കെ പറഞ്ഞിരുന്ന പോലത്തെ പോസ്റ്റ് ഉണ്ട്. അത് 10th ലെവലിൽ വരുന്ന ഒരു പോസ്റ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ LDC ക്ലർക്ക് പോസ്റ്റുകള്, അതെല്ലാം തന്നെ 10th ലെവൽ വരെ, അങ്ങനെ 10th ലെവലിൽ വരുന്ന കുറെ പോസ്റ്റുകളുണ്ട്. ഓക്കെ, പിന്നെ 12th ലെവൽ എന്ന് പറയുമ്പോൾ കൂടുതലും യൂണിഫോം പോസ്റ്റുകളാണ്. അതായത് CPO, ഓക്കെ, CPO പോലത്തെ എക്സാമുകൾ, അല്ലെങ്കിൽ പിന്നെ എന്തൊക്കെയാണ് യൂണിഫോം പോസ്റ്റുകൾ ഉണ്ടല്ലോ, വനിതാ കോൺസ്റ്റബിള്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, അതൊക്കെ അങ്ങനെ യൂണിഫോം പോസ്റ്റുകളാണ് 12th ലെവൽ. ഓക്കെ, ഇനി ഡിഗ്രി ലെവൽ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലത്തെ പോസ്റ്റുകൾ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന LST സെക്രട്ടറി, അങ്ങനത്തെ പോസ്റ്റുകൾ. ഓക്കെ, അപ്പൊ ഇതിനെല്ലാം തന്നെ ബൈ. ഓക്കെ, ശ്രീലക്ഷ്മി ബൈ. ഇനിയിപ്പോ ശ്രീലക്ഷ്മിനെ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇതെല്ലാം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് തന്നെ ഇപ്പം ഡിഗ്രി ഇല്ലാത്ത ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ OA പോലത്തെ പോസ്റ്റുകൾ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് ഇപ്പൊ സപ്ലി ഒക്കെ ആയിട്ട് നിൽക്കുവാണ്, അങ്ങനത്തെ ഇപ്പൊ അതുകൊണ്ട് എനിക്ക് കുറെ സപ്ലി ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് ഒരു LGS പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഡിഗ്രി പാടില്ല എന്ന് ആവശ്യപ്പെടുന്ന പോസ്റ്റുകളുണ്ട്, അത്തരം പരീക്ഷകളൊക്കെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഡിഗ്രി സ്റ്റുഡൻസിന് നല്ലൊരു ചാൻസ് ആണ് LGS പരീക്ഷകൾ എഴുതുന്നത്. അത് വളരെ താഴ്ന്ന പോസ്റ്റ് ആണെന്ന് വിചാരിച്ച് സപ്ലി മേടിച്ചാൽ മതിയായിരുന്നു. ഓക്കെ, മതിയായിരുന്നു സത്യമായിട്ടോ. അതായത് ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. ഇപ്പൊ PSCനെ പറ്റി വളരെ നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവര് ഇപ്പൊ പ്രത്യേകിച്ചും ട്രിവാൻഡ്രം പോലത്തെ സ്ഥലങ്ങളിലുള്ളവര്. അപ്പൊ അവർ LGS വരുന്ന ഒരു ടൈമിലാണ് അവരുടെ ലാസ്റ്റ് ഇയർ എന്നുണ്ടെങ്കിൽ ചില സബ്ജക്ട്സ് ഒക്കെ എഴുതാതെ വിടും. അപ്പൊ അതാവുമ്പോൾ അവർക്ക് LGS അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ LGS അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാല് നല്ലതാണ്. ബിക്കോസ് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റുകൾ എഴുതാം, KS പോലത്തെ പരീക്ഷകൾക്ക് നമുക്ക് എന്താണ് 3 ടയർ ഉണ്ടല്ലോ, അതായത് ടയർ 2 എഴുതാൻ പറ്റും. അങ്ങനെ പല ഉപകാരങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പൊ ഡിഗ്രി ഇല്ലാത്ത ഒരാണ് ഇപ്പൊ സ്റ്റുഡൻസോ സപ്ലി ഉള്ളവരോ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണം കൊണ്ട് ഡിഗ്രി ഫിനിഷ് ചെയ്യാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് LGS പോലത്തെ പരീക്ഷകൾ എഴുതാൻ പറ്റും. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാ പരീക്ഷകളും വിളിച്ചു കഴിഞ്ഞു. ഇനി നമുക്കൊരു അടുത്ത സെറ്റ് ഓഫ് നോട്ടിഫിക്കേഷൻസ് വരുമ്പോഴാണ് നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടുക.
പിന്നെ 10th ലെവലിൽ തന്നെയുള്ള ക്ലർക്ക്, വിഇഒ, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ, അങ്ങനത്തെ പരീക്ഷകളൊക്കെ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാൻ സാധിക്കും. അത്തരം പരീക്ഷകൾക്ക് മറ്റൊരു സിലബസ് ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് 12th ലെവൽ. ഇപ്പൊ പലർക്കും യൂണിഫോം പോസ്റ്റുകളോട് വളരെ ഇഷ്ടമാണ്. എനിക്കൊരു യൂണിഫോം പോസ്റ്റ് ഇതുവരെ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. ബിക്കോസ് എനിക്ക് ഹൈറ്റ് 148 സെന്റിമീറ്ററേ ഉള്ളൂ. അപ്പൊ 12th ലെവൽ പരീക്ഷകളൊന്നും എഴുതാത്ത ഒരാളാണ് ഞാൻ. അപ്പം നിങ്ങൾക്ക് അത് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ പരീക്ഷകൾ എഴുതാം. അതാകുമ്പോൾ അതിന്റെ കുറച്ച് സ്പെഷ്യൽ ടോപ്പിക്സും ഉണ്ടാവും. അതായത് ഒരു 20 മാർക്കിനൊക്കെ ഒരു 20 മാർക്കിനൊക്കെ സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ടാവും. അത് നിങ്ങൾ വേറെ പഠിക്കേണ്ടി വരും. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പം അതിന് നിങ്ങൾക്ക് പഠിക്കാം. ഒപ്പം തന്നെ ഫിസിക്കൽ എക്സാംസ് ഉണ്ട്. ഈ ഫയർമാൻ പോലത്തേതാണെങ്കിൽ നീന്തലൊക്കെ അറിയണം. പിന്നെ നിങ്ങൾ മറ്റേ CID മൂസയിൽ ദിലീപ് പോയിട്ട് ഉള്ള പരിപാടിയൊക്കെ കണ്ടിട്ടില്ലേ? അതുപോലത്തെ ഫിസിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, ഡിഗ്രി ലെവൽ ആവുമ്പോൾ വേറെ ഏതാണ്, അതായത് അത് കുറച്ചും കൂടി ടഫാണ്. നമുക്ക് കൂടുതലും NCERT ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത്. അതിലാവുമ്പോൾ നമുക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ബാക്കി പരീക്ഷകൾക്കെല്ലാം മലയാളം ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഉള്ളത്. ഓക്കെ, അപ്പം ഇതാണ് PSC ബിഗിനേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ ഇവിടെ പഠിച്ചു കൊടുക്കണം. നിങ്ങൾ ഒരു മൊഡ്യൂൾ തീർത്തിട്ട് അടുത്തൊരു മൊഡ്യൂളിലേക്ക് പോകാൻ നിൽക്കരുത്. എല്ലാത്തിൽ നിന്നും കുറേശ്ശെ എടുത്ത് പഠിച്ചു കൊടുക്കുക. ഇപ്പൊ ഫസ്റ്റ് തന്നെ ഹിസ്റ്ററി ആണെന്നുണ്ടെങ്കിൽ ഹിസ്റ്ററിയത്തെ ഒരു ടോപ്പിക് എടുക്കുക. അതായത് ഇപ്പൊ കേരള ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ടോപ്പിക് ഏതാണ്? ഇപ്പൊ യൂറോപ്യന്മാരുടെ വരവായിരിക്കും മിക്കവാറും ഫസ്റ്റ് ടോപ്പിക്. ഇന്ത്യൻ ഹിസ്റ്ററിന്ന് ഫസ്റ്റത്തെ 1857 അതായിരിക്കും ഫസ്റ്റ് ടോപ്പിക്. ജോഗ്രഫി തന്നെ കേരള ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, അങ്ങനെ എല്ലാത്തിന്റെയും ഫസ്റ്റ് ടോപ്പിക്കുകൾ പഠിക്കുക. എല്ലാം ഒരുമിച്ച് കൊണ്ടുപോവുക. ബേസിക്കലി ഒരെണ്ണം പഠിച്ച് തീർത്തതിന് ശേഷം അടുത്തതിലേക്ക് പോവുക എന്ന് വിചാരിക്കരുത്. അപ്പൊ എന്താ പഠിക്കേണ്ടതെന്ന് അറിയില്ല എക്സാക്ട്ലി. അപ്പൊ അതെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റ് നിങ്ങൾ എല്ലാവരും തന്നെ ഇപ്പൊ തുടക്കക്കാരാണ് എന്നുണ്ടെങ്കിൽ ധാരാളം മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആണെങ്കിൽ പോലും തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു റാങ്ക് ഫയൽ വാങ്ങിച്ച് കയ്യിൽ വെക്കണം. അപ്പോ ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലക്ഷ്യ അല്ലെങ്കിൽ ടാലന്റ്, അങ്ങനെ കുറെ കാലങ്ങളായിട്ട് വീറ്റോ, അങ്ങനെ കുറെ കാലങ്ങളായിട്ട് റാങ്ക് ഫയൽ ഇറക്കി പരിചയമുള്ളവരുണ്ട്. ആ റാങ്ക് ഫയൽ ഒന്നും നമുക്ക് ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് പോരാ. വളരെ ഒരിക്കലും ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് റാങ്ക് ഫയൽ നോക്കി പഠിക്കാൻ ഞാൻ പറയില്ല. പക്ഷെ 10th 12th ലെവലുകളിൽ റാങ്ക് ഫയലുകൾ നമുക്ക് ഉപയോഗപ്പെടുത്താം. അപ്പൊ ആദ്യത്തെ സ്റ്റഡി നിങ്ങൾ റാങ്ക് ഫയലിൽ നിന്ന് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് സ്റ്റഡി എവിടെ നിന്ന് ചെയ്യുക? റാങ്ക് ഫയലിൽ നിന്ന് ചെയ്യുക. ബുക്ക് വായിച്ച് ഉറക്കം വരും. ഉറക്കം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ മടിയാണ്. ഓക്കെ, അപ്പൊ ഉറക്കം വരുന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് അത് ഒട്ടും താല്പര്യമില്ല, നിങ്ങളുടെ ബ്രെയിൻ ഷട്ട് ഡൗൺ ആവുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യുക? ഉറക്കം എങ്ങനെയെങ്കിലും മാറ്റി വെക്കുക. മുഖം കഴുകിയിട്ടോ, ഐസ് വെള്ളത്തിൽ മുഖം കഴുകിയിട്ടോ, പിന്നെന്താണ് കട്ടൻ കാപ്പി ഓടിച്ചിട്ടോ, അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കത്തിനെ മാറ്റി വെക്കുക. എന്നിട്ട് റാങ്ക് ഫയലാണ് ഫസ്റ്റ് വായിക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമഗ്ര എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. അതിൽ പോയിട്ട് പുസ്തകങ്ങൾ എടുക്കുക. എന്നിട്ട് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പുസ്തകങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ച ഭാഗത്തുള്ള SCERT പാഠഭാഗങ്ങളും പഠിക്കുക. പിന്നെ ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്ന ഒരാള് നിർബന്ധമായിട്ടും നോട്ട് എഴുതണം. അത് ഇങ്ങനെ വലിച്ചു വാരി എഴുതണം എന്നല്ല പറയണേ, ജസ്റ്റ് കോഡ് വേർഡ്സ് എഴുതിയാൽ മതി. ഓക്കെ, ഇപ്പൊ 1857 അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് രക്തസാക്ഷി എന്നുള്ളതിനൊക്കെ രക്തസാക്ഷിക്ക് പകരം രക്താന്നൊക്കെ മാത്രം ഇട്ടാൽ മതി. പക്ഷെ ഷോർട്ട് നോട്ട്സ് എക്സാക്ട്ലി വളരെ കുഞ്ഞു നോട്ടാണെങ്കിലും നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന പോലെ ജസ്റ്റ് കോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്വന്തമായിട്ടൊരു നോട്ട് എഴുതണം. ഓക്കെ, പിന്നെ നമ്മൾ ഏതൊരു സാധനവും ആദ്യമായിട്ട് പഠിക്കുമ്പോൾ 4 ഡിഫറെന്റ് തരത്തിൽ പഠിക്കണം. അപ്പോ നിങ്ങൾ കേരള ജോഗ്രഫി എടുത്തു. കേരളത്തിലെ നദികളാണ് പഠിക്കുന്നത്. ഫസ്റ്റ് സ്റ്റഡി എങ്ങനെ വേണമെന്നാ പറഞ്ഞത്? നമ്മൾ റാങ്ക് ഫയൽ വായിക്കുന്നു. സെക്കൻഡ് സ്റ്റഡി നമുക്ക് എങ്ങനെ ചെയ്യാം? SCERT-ൽ ഇതേ പാഠഭാഗങ്ങൾ വരുന്നത് ചെയ്യാം. തേർഡ് സ്റ്റഡി വേണമെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബുകൾ നോക്കിയിട്ട് ഇഷ്ടം പോലെ ക്ലാസ് കിടക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എവിടെ കോച്ചിങ്ങിന് പോകണമെന്നൊന്നും ഞാൻ പറയത്തില്ല, ആ ഒരു ക്ലാസ് കേൾക്കുക. ഫോർത്ത് സ്റ്റഡി നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം? അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടുപിടിച്ച് ചെയ്യാം. ഓക്കെ, പിന്നെ PSC ബുള്ളറ്റിൻ സബ്സ്ക്രൈബ് ചെയ്യണത് എപ്പോഴും നല്ലതാണ്. മാസത്തിൽ 2 എണ്ണം വരുള്ളൂ. ഈ 2 PSC ബുള്ളറ്റിനും ഫുള്ള് വായിച്ചു തീർക്കണം. അതിനുള്ള എക്സാംസ് ഒക്കെ എഴുതണം. പിന്നെ
പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്യണം. അപ്പൊ ആദ്യത്തെ തവണ നിങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ പറയാം, ഞാൻ ആദ്യമായിട്ടൊരു മോക്ക് ടെസ്റ്റ് തൊഴിൽ വാർത്തയിലെ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ മാർക്ക് 25 മാർക്കാണ്. ഓക്കെ, അത് അങ്ങനെ തന്നെ ഉണ്ടാവുക. നിങ്ങൾ ആദ്യത്തെ ദിവസങ്ങൾ പഠിക്കുമ്പോൾ വളരെ കുറവേ പഠിക്കാൻ പറ്റൂ. ആദ്യത്തെ തവണകളിൽ മോക്ക് ടെസ്റ്റ്, അപ്പൊ ഞാൻ ഒന്നും പഠിച്ചായില്ലല്ലോ, ഇത് വെച്ചിട്ട് ഫുൾ ടെസ്റ്റ് എഴുതിയാൽ എന്താവും, അങ്ങനെ വിചാരിക്കരുത്. ഫുൾ ടെസ്റ്റും ചെയ്യണം. നിങ്ങൾക്ക് പഴയ ഓർമ്മകളിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടും. അത് കഴിഞ്ഞിട്ട് തെറ്റിയ ഉത്തരങ്ങൾ എഴുതി വെക്കുകയും വേണം കേട്ടോ. ഇങ്ങനെയാണ് തുടക്കക്കാര് പഠിക്കേണ്ടത്. എന്ത് പഠിക്കുന്നുണ്ടെങ്കിലും എങ്ങനെ ചെയ്യണം? 4 തരത്തിൽ പഠിക്കണം. 4 ഡിഫറെന്റ് തരത്തിൽ പഠിക്കണം. പഠിച്ച സാധനം തന്നെ 4 തവണ പഠിക്കാന്നല്ല, 4 ഡിഫറെന്റ് സോഴ്സിൽ നിന്നും പഠിക്കുക. ഓക്കെ, ക്ലാസ് കേൾക്കാം. നിങ്ങൾക്ക് ഒരു സംഭവം ആദ്യമായി പഠിക്കുമ്പോൾ ഉള്ള കാര്യമാണ് പറയണേ. നിങ്ങളിപ്പോ ഫിസിക്സ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്, എന്നിട്ട് നിങ്ങൾ അപവർത്തനത്തിനെ പറ്റി 4 തവണ പഠിക്കണം എന്ന് ഞാൻ പറയില്ല. കാരണം നിങ്ങൾക്ക് ഓൾറെഡി നല്ലോണം അറിയാവുന്ന കാര്യമായിരിക്കും അത്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹിസ്റ്ററി നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും പഠിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ഈ ഓർമ്മ എന്ന് പറയുന്ന സാധനത്തിന് ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും നമ്മൾ ജീവൻ കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് റീകോൾ ചെയ്തുകൊണ്ട് ജീവൻ കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പൊ നിങ്ങളുടെ മെയിൻ തുടക്കക്കാരുടെ അതായത് 10th ലെവലിന്റെയും 12th ലെവലിന്റെയും തുടക്കക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത് ഒരു റാങ്ക് ഫയല്, പിന്നെന്താണ്, ഒരു SCRT പുസ്തകങ്ങള്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഓക്കെ ആണല്ലോ? PSC ബുള്ളറ്റിൻ മാസത്തിൽ 2 എണ്ണേ വരുന്നുള്ളൂ. അതായത് ഒരു PSC ബുള്ളറ്റിൻ വായിച്ചു തീർക്കാൻ നിങ്ങൾക്ക് 15 ദിവസത്തോളം ഉണ്ട്. ഓക്കെ, PSC ബുള്ളറ്റിൻ എല്ലാം തന്നെ വായിച്ചു തീർക്കുക. അതിന്റെ സബ്സ്ക്രിപ്ഷൻ ആകെ കുറച്ച് പൈസയേ ഉള്ളൂ, 300 രൂപ എന്തേ ഉള്ളൂ ഒരു കൊല്ലത്തേക്ക് എന്തോ. ഓക്കെ, അപ്പൊ അത് നമ്മൾ വേറെ ഏത് തൊഴിൽ പ്രസിദ്ധീകരണം നോക്കുന്നതിനേക്കാളും നല്ലതാണ്. കേട്ടല്ലോ? ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് നമ്മൾ ആദ്യത്തെ ഒരു സെഷനിൽ പറഞ്ഞതാണ്. മിസ് മലയാളം ടെർമിനോളജീസ് ഒക്കെ പ്രശ്നം, ആ ഒരു പ്രശ്നം എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് അതിൽ ഒന്നും പറയാനില്ല. മലയാളം ടെർമിനോളജീസ് ഭയങ്കര പ്രശ്നമാണ്. ചിലർക്ക് ഇംഗ്ലീഷ് ടെർമിനോളജീസും പ്രശ്നമാണ്. ഈ പ്രത്യേകിച്ച് സയൻസിന്റെ കാര്യത്തിൽ ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ ഫോർച്ചുനേറ്റ്ലി ഡിഗ്രി ലെവലിൽ നമുക്ക് ഇംഗ്ലീഷിൽ കൂടുതൽ ഇംഗ്ലീഷിൽ കൂടി ക്വസ്റ്റ്യൻസ് ഉള്ളത് കൊണ്ട് അശ്വിനെ സംബന്ധിച്ചിട്ട് ഒരു പ്രശ്നമായിരിക്കില്ല. പക്ഷെ ഈ 12th ലെവലിലും 10th ലെവലിലും ഒക്കെ പ്രശ്നമുണ്ട്. അപ്പോ നമ്മൾ മാക്സിമം എന്ത് ചെയ്യാ, പഠിക്കുമ്പോ നമ്മൾ ആ ടെർമിനോളജീസ് എടുത്തു വെക്കുക, മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ അതിനൊരു സൊല്യൂഷൻ എന്റെ അറിവിലില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സൊല്യൂഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്കും കൂടി പറഞ്ഞു തരാം. എക്കണോമിക്സ് മലയാളം, ഇപ്പൊ എക്കണോമിക്സ് അത്ര വലിയ മലയാളം വരുന്നുണ്ടോ? നാഷണൽ ഇൻകത്തിന് ദേശീയ വരുമാനം എന്ന് പറയും. പിന്നെന്താണ്, 5 ഇയർ പ്ലാൻസിന് പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയും. ഫിസിക്കൽ പോളിസിനെ ധനനയം, ചോദന വക്രം. ഈ വക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർവ് ആണെന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പൊ നിങ്ങൾക്ക് അത് ഒരുപാട് ഗുണമുണ്ടോ. ചോദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിമാൻഡ്. കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ എക്കണോമിക്സ് സ്റ്റുഡന്റ് ആണ്. ഓക്കെ, ആ ഒരു പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ എന്റെ കയ്യിലില്ല. എനിക്കും ഒരു പ്രശ്നമാണ് ഈ മലയാളം ടെർമിനോളജീസ്. ഈ മലയാളം ടെർമിനോളജീസ് മാത്രം അറിയാവുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷും ഒരു പ്രശ്നമാണ്. കുറെ കുട്ടികൾ എപ്പോഴും പറയാറുണ്ട് മലയാളത്തിൽ കൂടി നോട്ട് തരാമോ എന്ന്. അൺഫോർച്ചുനേറ്റ്ലി അത് സാധിക്കില്ല. അപ്പൊ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് തിരുത്തി പോവാം കേട്ടോ. എന്തെങ്കിലും ഉണ്ടോ ഡൗട്ട്? ഈ നമുക്ക് നമ്മളുടെ ഈ 10th ലെവല് 12th ലെവല് പ്രിപ്പയർ ചെയ്യുന്നവരെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മഹിമ മിസ്സിന്റെ ഒപ്പം കൂടുക. ഓക്കെ, പുള്ളിക്കാരി അതിൽ കുറെ കൂട്ടുകാരികളൊക്കെ വെച്ചിട്ട് വേറെ കുറെ മിസ്സുമാരൊക്കെ വെച്ചിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടൊരു ഞാൻ ഇത് കഴിയുമ്പോൾ അല്ലെങ്കിൽ വേണ്ട ഇപ്പൊ തന്നെ ഞാൻ ലിങ്ക് ഇട്ടേക്കാം. ഒരു 7th മുതൽ +2 വരെയുള്ള ലൈബ്രറി ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോ എന്ത് ചെയ്യാ, അതിൽ ജോയിൻ ചെയ്യാം. അതിൽ ക്ലാസ്സസ് ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം, അതിൽ ജോയിൻ ചെയ്യാം. എനിക്ക് 10th ലെവലിലും 12th ലെവലിലും പഠിപ്പിക്കാനായിട്ട് വലിയ കാര്യമായിട്ട് അറിയില്ല. അത് ഡിഗ്രി ലെവലായിട്ട് വളരെ ഡിഫറെന്റ് ആണ് കേട്ടോ. പിന്നെ കറണ്ട് അഫെയർ നന്നായിട്ട് ഫോളോ ചെയ്യുക. അതിന് മഹിമ മിസ് തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. വേറെന്താണ്,
വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ പറയാ. കുറെ പേര് ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിനുള്ള ഹെൽപ്പ് ഇവിടുന്ന് കിട്ടും ആരെങ്കിലൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പൊ അവസാനിപ്പിച്ചാലോ നമുക്ക്, വേറെ ഒന്നും ചോദിക്കാനില്ലെങ്കിൽ? ഓക്കെ, ഡെയിലി എത്ര സബ്ജക്ട് പഠിക്കണം മിസ്? അത് നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് കേട്ടോ. നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് മാക്സിമം ബ്രെയിനെ ബോറടിപ്പിക്കാതിരിക്കുക. അതായത് ബ്രെയിനെ ബോറടിപ്പിക്കാത്ത, അതായത് സെയിം സാധനം തന്നെ. ഇപ്പൊ കേരള ഹിസ്റ്ററി കഴിഞ്ഞു, ഇന്ത്യൻ ഹിസ്റ്ററി, പിന്നെ വേൾഡ് ഹിസ്റ്ററി, അങ്ങനെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിന് വല്ലാണ്ട് ബോറടിക്കും. എക്സൈറ്റിംഗ് ആയിട്ട് കൊണ്ടുപോവുക. ഓക്കെ, ബ്രെയിൻ ടെക്നിക്ക് വല്ലതും ഉണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ടെക്നിക്ക് ഒന്നും എനിക്ക് അറിയത്തില്ല. ഈ റീകോളിംഗ് ആണ് മെയിൻ സാധനം. അത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ മാക്സിമം റീകോൾ ചെയ്യുക. ഇതെനിക്ക് പിന്നെ ആവശ്യമുണ്ടെന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തുക. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ടെക്സ്റ്റിലൂടെ മറുപടി പറയാം. ഓക്കെ, അല്ലാണ്ട് ഇങ്ങനെ നീണ്ടുപോയി ശരിയാവില്ലല്ലോ. ഫൈൻ, അപ്പോ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ടാറ്റ.